ഹൈ സ്റ്റുഡൻസ്, ഇന്നത്തെ സെഷനിൽ നമ്മൾ ഫൗണ്ടേഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ 3 കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ പഠിപ്പിക്കുന്നതിന് മുമ്പ് ഏതൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത് പറയാം. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് കവർ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ആണ്. ഓക്കെ, അതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ലാൻ പഠിക്കാനുണ്ട്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് പഠിക്കാനുണ്ട്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ പഠിപ്പിക്കുന്നത് ആർക്കിടെക്ചർ ഓഫ് നെറ്റ്വർക്ക്സ് ആയിരിക്കും പഠിപ്പിക്കുന്നത്. അതിനകത്ത് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ പഠിക്കാനുണ്ട്, പിയർ ടു പിയർ ആർക്കിടെക്ചർ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ സീരീസ് എക്സാം ആയാലും യൂണിവേഴ്സിറ്റി എക്സാം ആയാലും ഇതിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോകരുത്. ഓക്കെ, ഇനി നമ്മൾ പഠിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ടോപ്പിക്ക് പഠിപ്പിക്കും, എന്നിട്ട് ഈ ടോപ്പിക്കിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പഠിപ്പിക്കുന്നത് ഏതാണ്, നിങ്ങൾ എല്ലാവരുടെ മനസ്സിലും വേണം. ഏതാണ് ഫസ്റ്റ് പഠിപ്പിക്കുന്നത്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ഹെഡിങ് എഴുതിക്കുക, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലേ, ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകത എപ്പോഴും നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് പഠിക്കുക. യൂസ് കേസ് എന്ന് പറയുന്നത് അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ആണെങ്കിലും ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നെറ്റ്വർക്ക് എന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സബ് ഹെഡിങ് ഒന്ന് എഴുതിക്കുക, എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? നെറ്റ്വർക്ക്. ഓക്കെ, ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് 2 കമ്പ്യൂട്ടർ ഉണ്ട്. ഓക്കെ, എക്സാമ്പിൾ C1 ആൻഡ് C2, 2 കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ഈ 2 കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? പ്രിൻ്റ് എടുക്കണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കമ്പ്യൂട്ടറിൽ നിന്ന് പ്രിൻ്റ് എടുക്കണം, രണ്ടാമത്തെ കമ്പ്യൂട്ടറിൽ നിന്നും എനിക്ക് പ്രിൻ്റ് എടുക്കണം. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ? ഒന്നാമത്തെ കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രിൻ്റർ വാങ്ങി, രണ്ടാമത്തെ കമ്പ്യൂട്ടറിന് വേണ്ടി ഒരു പ്രിൻ്റർ വാങ്ങി, അല്ലേ? ഇത് പക്ഷേ പ്രാക്ടിക്കലി നമുക്ക് കാശ് നഷ്ടമാണ്, അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ പ്രിഫർ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ വീട്ടിലെത്തിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്രിൻ്റർ വാങ്ങി. ഓക്കെ, ഇതാ നോക്കിയേ, ഒരു പ്രിൻ്റർ വാങ്ങി. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? ഈ പ്രിൻ്റർ ഉപയോഗിച്ച് ഒന്നാമത്തെ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്റ് എടുക്കണം, രണ്ടാമത്തെ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്റ് എടുക്കണം. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിവൈസുകളെല്ലാം പരസ്പരം കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ദാ ഒരു ഡിവൈസ് എടുക്കുന്നു. ഈ ഡിവൈസിൻ്റെ പേരാണ് സ്വിച്ച്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒന്നാമത്തെ കമ്പ്യൂട്ടറും ഇതാ ഈ സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യുന്നു. കണ്ടോ? ഇനി എന്താ ചെയ്യുന്നത്? രണ്ടാമത്തെ കമ്പ്യൂട്ടറും സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ പ്രിൻ്ററും ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി നിങ്ങളൊന്ന് ആലോചിക്കുക, ഇനി നമുക്ക് ഒന്നാമത്തെ കമ്പ്യൂട്ടറിൽ നിന്ന് പ്രിൻ്റ് എടുക്കണം. എന്ത് ചെയ്യണം? ഒന്നാമത്തെ കമ്പ്യൂട്ടറും പ്രിൻ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അല്ലേ? ഇനി നിങ്ങൾ ആലോചിക്കുക, രണ്ടാമത്തെ കമ്പ്യൂട്ടറും പ്രിൻ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? ഇതാ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കണ്ടോ? അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതാ നോക്കിയേ, 1 2 3 അല്ലേ, 4 അല്ലേ? ഈ ഡിവൈസുകളെല്ലാം എന്ത് ചെയ്തു? പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട്, അല്ലേ? കണ്ടോ? നമ്മൾ പഠിക്കുന്ന ഹെഡിങ് എന്താണ്? നെറ്റ്വർക്ക്. അപ്പോൾ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡിവൈസസ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? പരസ്പരം ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്, അല്ലേ? സോ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്ക്, ഇപ്പോൾ ഇതൊരു നെറ്റ്വർക്കാണ്, അല്ലേ? ഡൗട്ട് ഉണ്ടോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ എന്താണ് നെറ്റ്വർക്ക്? നെറ്റ്വർക്ക് എന്ന് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി, ഇതാ കുറേ ഡിവൈസസ് എന്ത് ചെയ്തു? പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? ഫസ്റ്റ് നമ്മൾ ചെയ്തത് എന്താണ്? നമുക്കിപ്പോൾ ഒരു പ്രിൻ്റർ ഷെയർ ചെയ്യണം, അല്ലേ? പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹാർഡ്വെയർ ആണ്, അല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു പ്രിൻ്റർ ഉപയോഗിച്ച് ബാക്കിയുള്ള കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് പ്രിൻ്റ് എടുക്കണം, അല്ലേ? അപ്പോൾ ഈ ഹാർഡ്വെയർ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഫസ്റ്റ് യൂസേജ് എന്ന് പറയുന്നത് എന്താണ്? ഹാർഡ്വെയർ റിസോഴ്സ് ഷെയറിംഗ്. ഓക്കെ, എന്താണ് ഹാർഡ്വെയർ റിസോഴ്സ് ഷെയറിംഗ് എന്ന് പറയുന്നത്? ഇതാ ഈ പ്രിൻ്റർ എന്ന് പറയുന്ന ഹാർഡ്വെയർ ഷെയർ ചെയ്തു, അല്ലേ? അപ്പോൾ ഫസ്റ്റ് നമുക്ക് നെറ്റ്വർക്കിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഹാർഡ്വെയർ റിസോഴ്സ് ഷെയറിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ പ്രിൻ്ററിൻ്റെ എക്സാമ്പിൾ ഓർക്കാം. രണ്ടാമത്തെ യൂസ് എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കുക, ഇതാ ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. നോക്കിയേ, ഈ 2 ഡിവൈസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലേ? അല്ലെങ്കിൽ ഈ ഡിവൈസിൽ നിന്ന് ഡേറ്റ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, അല്ലേ? അല്ലെങ്കിൽ ഈ ഡിവൈസിൽ നിന്ന് ഡേറ്റ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഡിവൈസിൽ നിന്ന് ഡേറ്റ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫയൽ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഫയൽ ഷെയറിംഗ്. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്കിൻ്റെ രണ്ടാമത്തെ യൂസ് എന്താണ്? ഫയൽ ഷെയറിംഗ്, അല്ലേ? ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് നമുക്ക് ഫയൽ ഷെയർ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് നെറ്റ്വർക്കിൻ്റെ യൂസ് എന്താണ്? നോക്കിയേ, ഈ ഡിവൈസും ഒന്നാമത്തെ ഡിവൈസും രണ്ടാമത്തെ ഡിവൈസും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലേ? അപ്പോൾ മൂന്നാമത്തെ യൂസ് കിട്ടി, എന്താണ്? കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ 2 ഡിവൈസസ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ നെറ്റ്വർക്കിൻ്റെ യൂസ് എന്തൊക്കെയാണ്? നെറ്റ്വർക്കിൻ്റെ യൂസ് എന്താണ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഹാർഡ്വെയർ റിസോഴ്സ് ഷെയറിംഗ്, അല്ലേ? ഹാർഡ്വെയർ റിസോഴ്സ് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഡിവൈസുകൾ തമ്മിൽ ഫയൽസ് ഷെയർ ചെയ്യുക, അല്ലേ? അല്ലെങ്കിൽ ഈ ഡിവൈസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഈ പർപ്പസ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കി ഈ ഡിവൈസുകളെ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെറ്റ്വർക്ക്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഒരു കാര്യം, ഒരു യൂസും കൂടെ ഉണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യണം, അല്ലേ? നമ്മൾ ഒന്നാമത്തെ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാൻ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു കണക്ഷൻ എടുക്കും. രണ്ടാമത്തെ കമ്പ്യൂട്ടറിന് വേറെ ഇൻ്റർനെറ്റ് കണക്ഷനാണ് എടുക്കുന്നത്? ഇല്ല, നമ്മൾ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കും. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു? ഒന്നാമത്തെ കമ്പ്യൂട്ടറിനും ഷെയർ ചെയ്യുന്നു, രണ്ടാമത്തെ കമ്പ്യൂട്ടറിനും ഷെയർ ചെയ്യുന്നു. അപ്പോൾ അടുത്ത യൂസ് കിട്ടി. നാലാമത്തെ യൂസ് എന്താണ്? ഇൻ്റർനെറ്റ് ഷെയറിംഗ്. ഓക്കെ,
ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നെറ്റ്വർക്ക്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം എന്താണ് നെറ്റ്വർക്ക് എന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ പറയണം എന്താണ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ് അല്ലേ. ആ സിസ്റ്റത്തിൽ എന്താ സംഭവിക്കുന്നത്, ഡിവൈസസ് എല്ലാം എന്താണ് പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ അങ്ങനെ കണക്ട് ചെയ്യുന്നത്? കുറേ പർപ്പസ് ഉണ്ട്. എന്തൊക്കെ പർപ്പസാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹാർഡ്വെയർ റിസോഴ്സ് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഫയൽസ് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലേ, ഇവർ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രയും പർപ്പസ് സെർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഡിവൈസസിനെ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ സിംപിളി ഒന്ന് നിങ്ങളുടെ നോട്ടിലൊന്ന് എഴുതി വെച്ച് എന്താണ് നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് കണക്ട്സ് ഡിഫറെൻറ്റ് ഡിവൈസസ് ഫോർ എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന് ഹാർഡ്വെയർ റിസോഴ്സ് ഷെയറിങ്, പിന്നെ എന്താ പറഞ്ഞ രണ്ട് ഹാർഡ്വെയർ റിസോഴ്സ് ഷെയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഫയൽ ഷെയറിംഗ് അല്ലേ, പിന്നെ കമ്മ്യൂണിക്കേഷൻ അല്ലേ, ബാക്കി നിങ്ങൾ എഴുതിക്കോളൂല്ലോ, കമ്മ്യൂണിക്കേഷൻ, പിന്നെ നാലാമത്തെ എന്താണ്? ഇൻ്റർനെറ്റ് ഷെയറിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയും ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്താണ് നെറ്റ്വർക്ക് എന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അടുത്ത് തോന്നേണ്ടത് വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് നെറ്റ്വർക്ക് അല്ലേ. ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യാൻ നമുക്ക് എന്തൊക്കെ കമ്പോണൻസ് ആണ് വേണ്ടത്. അപ്പോൾ അടുത്ത ഹെഡിങ് നിങ്ങൾ എഴുതിക്കേ, എന്താണ് കമ്പോണൻസ് ഓഫ് നെറ്റ്വർക്ക്. ഓക്കെ, ഇപ്പം ഞാനത് പഠിപ്പിക്കേണ്ട ആവശ്യം പോലും ഇല്ല, നിങ്ങൾക്ക് അതിപ്പോൾ തന്നെ അറിയാം എന്താണ് കമ്പോണൻസ് ഓഫ് നെറ്റ്വർക്ക്. നോക്കിയേ, ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് കമ്പോണൻസ് നോക്കാം. നോക്കിയേ, ഇതാ C1 എന്ന് പറയുന്നൊരു കമ്പ്യൂട്ടറാണ്, C2 എന്ന് പറയുന്ന കമ്പ്യൂട്ടറാണ്, P എന്ന് പറയുന്നൊരു പ്രിൻ്ററാണ് അല്ലേ. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡ് ഡിവൈസസ്. എന്താണ്? എൻഡ് ഡിവൈസ്. അപ്പോൾ ഫസ്റ്റ് വേണ്ട കമ്പോണൻസ് ഏതൊക്കെയാണ്? എൻഡ് ഡിവൈസ്. ഓക്കെ, എൻഡ് ഡിവൈസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ എക്സാമ്പിൾ ഓർത്തിരിക്കണം ഏതൊക്കെയാണ്? കമ്പ്യൂട്ടർ അല്ലേ, ഈ നമ്മളിപ്പോൾ കണക്ട് ചെയ്യുന്ന പ്രിൻ്റർ, ഇതൊക്കെ എന്താണ്? എൻഡ് ഡിവൈസ് ആണ്. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ നെറ്റ്വർക്കിൽ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അതിൽ ബേസിക് ആയിട്ട് വേണ്ട എൻഡ് ഡിവൈസസ് വേണം അല്ലേ. ഇനി നിങ്ങൾ ആലോചിക്കുക, ഈ എൻഡ് ഡിവൈസസ് ശ്രദ്ധിച്ചേ, ഈ എൻഡ് ഡിവൈസസ് എല്ലാം കൂടെ കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? കണക്ട് ചെയ്തിരിക്കുന്നത് സ്വിച്ച് ആണ് അല്ലേ. അപ്പോൾ അടുത്ത് വേണ്ട എന്താണ്? അതിനെ വിളിക്കുന്ന പേരാണ് നെറ്റ്വർക്ക് ഡിവൈസസ്. ഓക്കെ, നെറ്റ്വർക്ക് ഡിവൈസസിന് എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഏത് വേണം? സ്വിച്ച് വേണം അല്ലേ. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇല്ല. സ്വിച്ചിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞേ, ശ്രദ്ധിച്ചേ, ഇതാണ് ഒരു നെറ്റ്വർക്ക്. നോക്കിയേ, ഇതാണ് ഒരു നെറ്റ്വർക്ക്. ഓക്കെ, ഈ നെറ്റ്വർക്കിലെ എല്ലാ ഡിവൈസസും കണക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് സ്വിച്ച്. ഒന്നുകൂടെ പറയാം, എന്താണ്? ഈ ഒരു നെറ്റ്വർക്കിലെ എല്ലാ ഡിവൈസസിനെയും കണക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണൻറ്റിനെ വിളിക്കുന്ന പേരാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് ഓൾ ദ ഡിവൈസ് വിത്തിൻ ദ നെറ്റ്വർക്ക് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു പോകും. ഇനി ക്ലാസ് കണ്ടിട്ട് ഇനി പ്രത്യേകിച്ച് പഠിക്കാൻ സമയം എടുക്കരുത്, ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു പോകണം. ഓക്കെ, അപ്പോൾ ഒരു നെറ്റ്വർക്കിനകത്തുള്ള ഡിവൈസസ് കണക്ട് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും? സ്വിച്ചസ് ഉപയോഗിക്കും. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ കമ്പോണൻസ് പഠിക്കുമ്പോൾ പറഞ്ഞു എൻഡ് ഡിവൈസ് ഉണ്ട്, പിന്നെ നെറ്റ്വർക്ക് ഡിവൈസ് ഉണ്ട്. നെറ്റ്വർക്ക് ഡിവൈസിന് എക്സാമ്പിൾ സ്വിച്ച് ആണ്. ഇനി ഞാൻ വേറൊരു എക്സാമ്പിളും കൂടെ പറയാം. ശ്രദ്ധിച്ചേ, ഇതാ ഒരു കമ്പ്യൂട്ടർ C1, അടുത്ത കമ്പ്യൂട്ടർ C2, അടുത്ത കമ്പ്യൂട്ടർ C3. ഓക്കെ, ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുന്നു? ഒരു സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. സ്വിച്ച്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇതൊരു നെറ്റ്വർക്കാണ് അല്ലേ. ഇതുപോലെ വേറൊരു നെറ്റ്വർക്ക് നമുക്ക് കൺസിഡർ ചെയ്യാം. വേറൊരു കമ്പ്യൂട്ടർ ഉണ്ട് C4, C5. ഓക്കെ, ഇതെല്ലാം കൂടെ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു നെറ്റ്വർക്കാണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് നെറ്റ്വർക്കുകളും തമ്മിൽ കണക്ട് ചെയ്യണം അല്ലേ. തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണൻറ്റിനെ വിളിക്കുന്ന പേരാണ് റൗട്ടർ, അല്ലെങ്കിൽ റൂട്ടർ എന്നും പറയാറുണ്ട്. ഓക്കെ, കണ്ടോ? അപ്പോൾ അടുത്ത ഡിവൈസ് നമ്മൾ പഠിച്ചു. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നെറ്റ്വർക്ക് കമ്പോണൻസ് ഓഫ് നെറ്റ്വർക്ക് ആണ്. അതിൽ എൻഡ് ഡിവൈസിനെ കുറിച്ച് പഠിച്ചു, സ്വിച്ചസിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ നമ്മൾ അടുത്ത് പഠിക്കേണ്ട ഏതിനെ കുറിച്ച് പഠിക്കണം? റൂട്ടറിനെ കുറിച്ച് പഠിക്കണം അല്ലേ. അപ്പോൾ റൂട്ടർ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, എന്താണ്? രണ്ട് നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പോണൻറ്റിനെ വിളിക്കുന്ന പേരാണ് റൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്ക് ഡിവൈസസിനകത്ത് അടുത്ത് വരുന്ന എന്താണ്? റൂട്ടർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞ റൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് എന്താണ്? ടു നെറ്റ്വർക്ക്സ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സ് എന്ന് എഴുതാം. ഓക്കെ, ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സ്. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഇതാണ് നെറ്റ്വർക്ക്സിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയായല്ലോ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എൻഡ് ഡിവൈസിനെ കുറിച്ച് പഠിച്ചു. നോക്കിയേ, എൻഡ് ഡിവൈസിനെ കുറിച്ച് പഠിച്ചു, സ്വിച്ചിനെ കുറിച്ച് പഠിച്ചു, ഇത് രണ്ട് നെറ്റ്വർക്ക്സിനെ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള റൗട്ടറിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നും, സാർ ഇതൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇതൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്മിഷൻ മീഡിയം. ഓക്കെ, എന്താണ് ട്രാൻസ്മിഷൻ മീഡിയം എന്ന് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഒപ്റ്റിക്കൽ ഫൈബർ ട്രാൻസ്മിഷൻ മീഡിയം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്താണ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ? ഒപ്റ്റിക്കൽ ഫൈബർ അല്ലേ, ഒപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു എക്സാമ്പിൾ മാത്രം അറിഞ്ഞാൽ എന്താണ് ട്രാൻസ്മിഷൻ മീഡിയം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ഡിവൈസസുകളെല്ലാം പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇത്രയാണ് ഒരു ബേസിക് ആയിട്ട് ഒരു നെറ്റ്വർക്ക് പറഞ്ഞാൽ അതിനകത്ത് വേണ്ട കാര്യങ്ങൾ. ഓക്കെ, നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ ഏതൊക്കെ വേണം നമുക്ക്? എൻഡ് ഡിവൈസസ് വേണം അല്ലേ, സ്വിച്ചസ് വേണം, അതുപോലെ തന്നെ റൗട്ടേഴ്സ് വേണം അല്ലേ,
പിന്നെ നമുക്ക് എന്താണ് ഇതൊക്കെ തമ്മിൽ പരസ്പരം കണക്റ്റിംഗ് മീഡിയം വേണം, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ മീഡിയം. ഇത്രയാണ് നമ്മുടെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം അല്ലേ. ഓക്കെ, ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്ക് പഠിച്ചു, നെറ്റ്വർക്കിൻ്റെ കമ്പോണൻസും പഠിച്ചു. ഇനിയാണ് നമ്മുടെ സിലബസിലെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലോട്ട് പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്. കണ്ടോ, ആദ്യം നെറ്റ്വർക്കിനെ കുറിച്ച് പഠിച്ചു, ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്കാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി കുറച്ച് വ്യക്തമായിട്ടൊരു ഹെഡിങ് എഴുതിക്കേ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്. ഡിഫറെൻറ്റ് ടൈപ്സ്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ്. അതിനകത്ത് ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഏതൊക്കെ ടൈപ്സ് ആണ് പഠിക്കാനുള്ളതെന്ന് പറയാം. ഫസ്റ്റ് നമുക്ക് പഠിക്കാം, 3 ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. എന്താണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്? അതിൻ്റെ ഷോർട്ട് ഫോമാണ് LAN. ഓക്കെ, അടുത്ത് പറയുന്നത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, MAN. അപ്പം LAN, MAN. ഓക്കെ, അടുത്തപ്പോൾ എന്താണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, ഇതിൻ്റെ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പം നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്. കാരണം നിങ്ങൾ FOCയിൽ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്, പല കാര്യം പഠിക്കുന്നുണ്ട്. ഒന്നും തെറ്റിപ്പോകരുത്. എല്ലാം ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമുക്ക് നോക്കാം LAN അല്ലേ. LAN അല്ലെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ലാൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ആദ്യം നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു യൂസ് കേസ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം, ഒരു ഓഫീസ് എടുക്കാം അല്ലേ, ഒരു കുഞ്ഞ് ഓഫീസ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ്. നോക്കി, ഇതൊരു ബിൽഡിംഗ് ആണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ഓഫീസാണെന്ന് പറയാം. ഓക്കെ, അവിടെ കുറച്ച് ഡിവൈസസ് ഉണ്ട് അല്ലേ, അവിടെയും ഇതുപോലെ കുറേ കമ്പ്യൂട്ടേഴ്സും കുറേ പ്രിൻ്ററും ലാപ്ടോപ്പും എല്ലാം ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്. ഒരു കുഞ്ഞു ബിൽഡിംഗ് എടുക്കുന്നു അല്ലെങ്കിൽ ഒരു കുഞ്ഞു ഓഫീസ് എടുക്കുന്നു അല്ലേ, അവിടെ കുറേ ഡിവൈസസ് ഉണ്ട്. ഈ ഡിവൈസസുകൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇവരെ നമ്മൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വേണം, ഒരു നെറ്റ്വർക്ക് വേണം അല്ലേ. കാരണം ഈ ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണം, അങ്ങനെ പല യൂസ് ഉണ്ട്. അപ്പോൾ ഈ ഡിവൈസസുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം അല്ലേ. അതായത് ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ഓഫീസ് അല്ലേ, അതായത് കുഞ്ഞ് ഏരിയ അല്ലേ, സ്മോൾ ജിയോഗ്രഫിക്കൽ ഏരിയ. ഓക്കെ, ഒന്നുകൂടെ പറയാം, ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ഓഫീസ് ഒരു കുഞ്ഞ് സ്മോൾ ജിയോഗ്രഫിക്കൽ ഏരിയക്കകത്തുള്ള ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ, കണ്ടോ, ഈ ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കിൻ്റെ പേരെന്താണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഒന്നുകൂടെ പറയാം, എന്താണ്? ഒരു കുഞ്ഞ് ഏരിയ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ബിൽഡിങ്ങിനകത്തുള്ള കുറേ ഡിവൈസസുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഏതാണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് നിങ്ങൾ പറയണം, ദിസ് ഈസ് എ നെറ്റ്വർക്ക്. എന്തിനു വേണ്ടിയാണ്? യൂസ്ഡ് ടു കവർ സ്മോൾ ജിയോഗ്രഫിക്കൽ ഏരിയ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പോയിന്റ്, ജിയോഗ്രഫിക്കൽ ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും, എഴുതി വെച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പോയിന്റിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് അവസാനം പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സ്മോൾ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ, ശ്രദ്ധിച്ചേ, സ്മോൾ ജിയോഗ്രഫിക്കൽ ഏരിയയിലുള്ള ഡിവൈസുകൾ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യണം അല്ലേ. ഈ ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ നമ്മൾ ഏത് നെറ്റ്വർക്ക് ഉപയോഗിക്കും? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, ഒരു നെറ്റ്വർക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ട്രാൻസ്മിഷൻ സ്പീഡ്. ഓക്കെ, എന്താണ് ട്രാൻസ്മിഷൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് എത്ര പെട്ടെന്ന് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഓക്കെ, ഇതാ ഈ ഒരു ഡിവൈസിൽ നിന്ന് ഈ ഒരു ഡിവൈസിലേക്ക് എത്ര പെട്ടെന്ന് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു അല്ലേ. നമ്മളിപ്പോൾ നിങ്ങൾ ആലോചിക്കും, നമ്മളിപ്പോൾ ഫോൺ ഉപയോഗിക്കുന്നു അല്ലേ, പല കാര്യങ്ങൾ ഉപയോഗിക്കുന്നു അല്ലേ. ഇപ്പോൾ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നു, പടയെന്ന് പറഞ്ഞ് നടക്കുന്നു അല്ലേ, സ്പീഡിൽ നടക്കുന്നു അല്ലേ. അപ്പോൾ എപ്പോഴും നമുക്ക് വേണ്ട എന്താണ്? ഡേറ്റ ട്രാൻസ്മിഷൻ സ്പീഡ് ഭയങ്കര കൂടുതലാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു നെറ്റ്വർക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട അതിൻ്റെ ട്രാൻസ്മിഷൻ സ്പീഡ് എന്താണെന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ട്രാൻസ്മിഷൻ സ്പീഡ് എന്താണെന്ന് പഠിക്കണം. ട്രാൻസ്മിഷൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ എത്ര പെട്ടെന്ന് നടക്കുന്നു. ഓക്കെ, ക്ലിയർ? ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിയേ, സാധാരണ ഇതിൻ്റെ യൂണിറ്റ് ഒക്കെ നിങ്ങൾ പഠിച്ച ഓർമ്മയുണ്ടോ? നോക്കിയേ, 1 Mbps അല്ലേ, ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലേ. 1 Mbps അല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് വിട്ടേക്ക്, അതൊക്കെ നമുക്ക് പിന്നെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രാൻസ്മിഷൻ സ്പീഡ് നോക്കണം. നിങ്ങൾ ലോജിക്കലി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ബിൽഡിങ്ങിനകത്ത് അടുത്തടുത്തിരിക്കുന്ന സിസ്റ്റംസ് തമ്മിലാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ. നോക്കിയേ, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതുണ്ട്, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതുണ്ട്. അപ്പം അടുത്തടുത്തിരിക്കുന്ന ഡിവൈസസുകൾ തമ്മിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി അടുത്തടുത്തിരിക്കുന്ന ഡിവൈസുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അല്ലേ. ഒരു ഡിവൈസ് ഇവിടെയും ഒരു ഡിവൈസ് ഇവിടെയാണെങ്കിൽ ഇതാ കണ്ടോ, ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും
അല്ലേ? പക്ഷേ ഇവിടെ ഡിവൈസസ് എല്ലാം എന്താണ്, വളരെ അടുത്താണ്. സോ ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ട്രാൻസ്മിഷൻ സ്പീഡ് എന്താണ്, ഹൈ ആണ്. കണ്ടോ? അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് കിട്ടി. ഒന്നാമത്തെ പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ വേണം. ചെറിയ ജിയോഗ്രഫിക്കൽ ഏരിയ കവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക്സ് ആണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ്. പിന്നെ അതിൻ്റെ ട്രാൻസ്മിഷൻ സ്പീഡ് എന്താണ്, ഹൈ ആണ്. ക്ലിയർ? എന്തുകൊണ്ട് ഹൈ? ഇതാ കണ്ടോ, നമ്മൾ ഇത് കവർ ചെയ്യുന്ന ചെറിയൊരു ജിയോഗ്രഫിക്കൽ ഏരിയ ആണ്. വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഫസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വേണം. ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ പോയിന്റ്സ് ഇത്രയും വേണം. ഓക്കെ, അത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇതിൻ്റെ കമ്പോണൻസ് പഠിക്കണം, അല്ലേ? എപ്പോഴും നെറ്റ്വർക്ക് പഠിക്കുമ്പോൾ നമ്മൾ നെറ്റ്വർക്കിൻ്റെ കമ്പോണൻസ് പഠിച്ചു. എന്തൊക്കെയാണ്? എൻഡ് ഡിവൈസസ് ഉണ്ടായിരിക്കും, നെറ്റ്വർക്ക് ഡിവൈസസ് ഉണ്ടായിരിക്കും, അതുപോലെ കണക്റ്റിംഗ് മീഡിയ ഉണ്ടായിരിക്കും. അതുപോലെ ഇവിടെയും നമ്മൾ പഠിക്കണം എന്താണ്, കമ്പോണൻസ് ഓഫ് ലാൻ. ഓക്കെ, ലാൻ്റെ കമ്പോണൻസ് നിങ്ങൾ പറഞ്ഞേ. നമ്മൾ സാധാരണ നെറ്റ്വർക്കിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയായിരുന്നു, നിങ്ങളൊന്ന് ഓർത്ത് പറഞ്ഞേ. സാധാരണ നെറ്റ്വർക്കിൻ്റെ കമ്പോണൻസ് എൻഡ് ഡിവൈസസ് ഉണ്ട്, നെറ്റ്വർക്ക് ഡിവൈസസ് ഉണ്ട്, പിന്നെ കണക്റ്റിംഗ് മീഡിയ ഉണ്ട്. അതേ കമ്പോണൻസ് തന്നെ ഇവിടെയും വേണം. എന്തൊക്കെയാണ് കമ്പോണൻസ് വേണ്ടത്? ഒന്ന് എൻഡ് ഡിവൈസ്. ഓക്കെ, ഇനി ഞാൻ പ്രത്യേകിച്ച് എൻഡ് ഡിവൈസിനെ കുറിച്ച് പറയേണ്ട. എക്സാമ്പിൾ ഏതാണ്? എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതുക. കമ്പ്യൂട്ടർ ഉണ്ട്, അല്ലേ? കമ്പ്യൂട്ടർ, പിന്നെ ലാപ്ടോപ്പ്, മൊബൈൽ, എക്സെട്ര, പ്രിൻ്റർ, എക്സെട്ര. ഇനി അടുത്ത് നെറ്റ്വർക്ക് ഡിവൈസസ് ഏതൊക്കെയാണ്? രണ്ടാമത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഡിവൈസ്. ഓക്കെ, നെറ്റ്വർക്ക് ഡിവൈസ് എല്ലാവരും ഒന്ന് പേര് നിങ്ങളുടെ മനസ്സിലൊന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? റൂട്ടർ ഉണ്ട്, അല്ലേ? പിന്നെ അതുപോലെ സ്വിച്ചസ് ഉണ്ട്. ഓക്കെ, ഇതാണ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത്, നെറ്റ്വർക്ക് ഡിവൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്ന മൂന്നാമത്തെ കമ്പോണൻറ്റ് പറഞ്ഞേ. മൂന്നാമത്തെ കമ്പോണൻറ്റ് ട്രാൻസ്മിഷൻ മീഡിയം അല്ലെങ്കിൽ മീഡിയ. ഓക്കെ, ട്രാൻസ്മിഷൻ മീഡിയ ഏതാണ്? നമ്മളിപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ലാൻ ഉണ്ട്, അല്ലേ? അപ്പോൾ ഈ ഡിവൈസുകൾ തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? യൂസിങ് ലാൻ കേബിൾ, അല്ലേ? ലാൻ കേബിൾ വെച്ചിട്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കമ്പോണൻസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ബേസിക് ഇമ്പോർട്ടൻറ്റ് സ്പെഷ്യാലിറ്റി പഠിക്കുക, അതിൻ്റെ കമ്പോണൻസും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഫീച്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഫീച്ചർ തന്നെയാണ്. ഓക്കെ, ഇതിൻ്റെ ഏരിയ ഓഫ് കവറേജ്. ഈ നെറ്റ്വർക്ക് ഉപയോഗിച്ച് കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്താണ്? സ്മോൾ ജിയോഗ്രഫിക്കൽ ഏരിയ കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോയിന്റ് എഴുതാം, ഏരിയ ഓഫ് കവറേജ്. ഓക്കെ, എന്താണ്? സ്മോൾ ജിയോഗ്രഫിക്കൽ ഏരിയ. ഞാൻ എഴുതുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം. ഓക്കെ, സ്മോൾ ജിയോഗ്രഫിക്കൽ ഏരിയ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫീച്ചർ അത് പഠിച്ചു. രണ്ടാമത്തെ ഫീച്ചർ നമ്മൾ നേരത്തെ പറഞ്ഞ ഫീച്ചർ തന്നെയാണ് ട്രാൻസ്മിഷൻ സ്പീഡ്. ഓക്കെ, ട്രാൻസ്മിഷൻ സ്പീഡ് എല്ലാവരും പറഞ്ഞേ. വളരെ അടുത്തടുത്തിരിക്കുന്ന ഡിവൈസ് ആണ്, വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഹൈ ആണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ക്ലിയർ? ഇത്രയും പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഫീച്ചർ പറയണം. മൂന്നാമത്തേതെന്ന് പറയുന്നത് യൂസ് ആണ്. ഇതിൻ്റെ യൂസ്, ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കൊണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത്? നിങ്ങൾ തന്നെ പറഞ്ഞേ, എന്തൊക്കെയാണ് യൂസ്? നമ്മൾ സാധാരണ നെറ്റ്വർക്കിൻ്റെ യൂസ് എന്താണോ നമ്മൾ നേരത്തെ പഠിച്ചു. നമുക്ക് ഹാർഡ്വെയർ റിസോഴ്സ് ഷെയർ ചെയ്യാൻ പറ്റും, അല്ലെ? പ്രിൻ്റർ ഷെയർ ചെയ്യാൻ പറ്റും, അല്ലേ? അതുപോലെ അടുത്തടുത്ത ഡിവൈസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? അതുപോലെ ഇൻ്റർനെറ്റ് ഷെയർ ചെയ്യാൻ പറ്റും, അല്ലേ? ഇതിൽ ഒരു നെറ്റ്വർക്കിൻ്റെ യൂസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനും. എന്തൊക്കെയാണ് യൂസ്? നിങ്ങൾ പറഞ്ഞേ. നമുക്ക് പ്രിൻ്റർ ഷെയർ ചെയ്യാൻ പറ്റും, അല്ലേ? പ്രിൻ്റർ ഷെയറിംഗ് എന്ന് പറയുന്നത് നമുക്ക് ലോക്കലായിട്ട് പറയേണ്ട, നമുക്ക് കുറച്ച് ടെക്നിക്കലി പറയാം. എന്താണ്? ഹാർഡ്വെയർ റിസോഴ്സ് ഷെയറിംഗ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് യൂസ് നമുക്ക് കിട്ടി. അപ്പോൾ ആ ഹാർഡ്വെയർ റിസോഴ്സ് ഷെയറിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ വേണം, നമ്മൾ ആ പ്രിൻ്ററിൻ്റെ എക്സാമ്പിൾ ആണെന്ന് വേണം. ഓക്കെ, അടുത്ത രണ്ടാമത്തെ യൂസ് എന്താണ്? ഹാർഡ്വെയർ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലേ? ഫയൽ ഷെയറിംഗ്. ഒരു ഡിവൈസിൽ നിന്ന് ഫയൽ വേറൊരു ഡിവൈസിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഫയൽ ഷെയറിംഗ്. ഓക്കെ, ഇനി അടുത്ത് മൂന്നാമത്തെ എക്സാമ്പിൾ പറഞ്ഞേ. പരസ്പരം കമ്മ്യൂണിക്കേഷൻ, അല്ലേ? കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു ഡിവൈസസ്. അതൊക്കെയാണ് അതിൻ്റെ യൂസ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു ഡിവൈസസ്. രണ്ട് ഡിവൈസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ല. പിന്നെ അതുപോലെ ഇനി വേറൊരു കാര്യം പറയാം. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചേ, ഈ ഒരു നെറ്റ്വർക്കിന് വേണ്ടി ഒരു കണക്ഷൻ, ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ, ഒരു ഡിവൈസിന് വേണ്ടി ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ, അടുത്ത ഡിവൈസിന് വേണ്ടി അടുത്ത ഇൻ്റർനെറ്റ് കണക്ഷൻ, അങ്ങനെയാണോ? ഇല്ല. നമ്മൾ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കുന്നു, എന്നിട്ട് ആ ഇൻ്റർനെറ്റ് എന്ത് ചെയ്യുന്നു? ഡിവൈസുകൾക്ക് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്ത യൂസ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ഷെയറിംഗ്. ഓക്കെ, ഇൻ്റർനെറ്റ് ഷെയറിംഗ്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ക്ലിയർ? അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഓരോന്നായിട്ട് ഓർക്കുക. ഏരിയ ഓഫ് കവറേജ് എന്താണ്, അത് എത്ര സ്പീഡിലാണ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ യൂസ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ എപ്പോഴും പറയുന്നത്, നമ്മളിവിടെ എല്ലാം നമ്മൾ സംസാരിക്കുന്ന ഒറ്റ കാര്യമാണ്, കമ്മ്യൂണിക്കേഷനാണ്, അല്ലേ? ഒരു ഡിവൈസിൽ നിന്ന് അടുത്ത ഡിവൈസിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ. ഡൗട്ട് ഉണ്ടോ? ഒരു ഡിവൈസിൽ നിന്ന് അടുത്ത ഡിവൈസിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പം നമ്മൾ എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണ്ടത് സെക്യൂർ ആയിരിക്കണം കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരു ഡിവൈസിൽ നിന്ന് അടുത്ത ഡിവൈസിലേക്കുള്ളത് നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ വേറൊരാൾക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റരുത്. അതാണ് നമ്മൾ പറയുന്നത് സെക്യൂർ കമ്മ്യൂണിക്കേഷൻ. എന്താണ്? സെക്യൂർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, എന്താണ് സെക്യൂർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? സെക്യൂർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇതൊരു ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കാണ്, അല്ലെ? ഇതിപ്പോൾ നമ്മുടെ ഒരു ഓഫീസാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ ഇപ്പോൾ ഒരു ബാങ്കാണ്, SBI ബാങ്ക്. ബാങ്കിലെ കുറച്ച് ഡിവൈസസ് എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് നെറ്റ്വർക്കാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, ഇതൊരു പ്രൈവറ്റ് നെറ്റ്വർക്കാണ്, അല്ലേ? ഈ നെറ്റ്വർക്കിലേക്ക് പുറത്തു നിന്നുള്ള ആൾക്കാർക്ക് ആക്സസ് ഇല്ല. ആർക്ക് മാത്രമേ ആക്സസ് ഉള്ളൂ? ഈ ബിൽഡിങ്ങിനകത്ത് അല്ലെങ്കിൽ ഈ ബാങ്കിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ആക്സസ് ഉള്ളൂ.
സോ ഇതൊരു പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണ് അല്ലേ. പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണെങ്കിൽ പുറത്തു നിന്നുള്ള ഒരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ് അൺഓതറൈസ്ഡ് ആക്സസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്താണ്? ഇറ്റ്സ് എ പ്രൈവറ്റ് നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണ്. സോ എന്താണ്? അൺഓതറൈസ്ഡ് ആക്സസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് നെറ്റ്വർക്ക് ക്യാൻ പ്രിവെന്റ് അൺഓതറൈസ്ഡ് ആക്സസ്. ഓക്കെ, അപ്പോൾ അൺഓതറൈസ്ഡ് ആക്സസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത്. അതായത് നമ്മളിപ്പോൾ ഒരു ഡിവൈസിന് അടുത്ത ഡിവൈസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് വേറൊരാൾക്ക് ആക്സസ് ചെയ്യാൻ പാടില്ല അല്ലേ, അത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ഏരിയ ഓഫ് കവറേജിനെ കുറിച്ച് സംസാരിച്ചു, സ്പീഡിനെ കുറിച്ച് സംസാരിച്ചു, എന്താണ് അതിൻ്റെ യൂസിനെ കുറിച്ച് സംസാരിച്ചു, എന്താണ് അതിൻ്റെ സെക്യൂർ കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഏറ്റവും അവസാനം നമ്മൾ മനുഷ്യരെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്നതാണ് ഇതിൻ്റെ കോസ്റ്റ് ആണ് അല്ലേ, കോസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു ബിൽഡിങ്ങിനകത്തുള്ള കുറേ ഡിവൈസസ് കണക്ട് ചെയ്യാൻ ഏറ്റവും ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് എന്ന് പറയുമ്പം ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ അല്ലേ, ഇൻസ്റ്റാളേഷനും അതുപോലെ തന്നെ മെയിൻ്റനൻസും. ഓക്കെ, ഇൻസ്റ്റലേഷനും മെയിൻ്റനൻസും രണ്ടും ഓക്കെ, അതിൻ്റെ ഇൻസ്റ്റലേഷനും മെയിൻ്റനൻസും എന്താണ്? കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡാണ്. അതായത് വളരെ കുറച്ച് കാശ് കൊണ്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു നെറ്റ്വർക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച്, ഒരു നെറ്റ്വർക്ക് പഠിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വേണം. ഓക്കെ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് അതിൻ്റെ ബേസിക്സ് എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അതിൻ്റെ കമ്പോണൻസ് പഠിക്കണം, അതുപോലെ അതിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കണം അല്ലേ. ഇനി ഈ ഫീച്ചേഴ്സിൽ നിന്ന് തന്നെ നമുക്കൊന്ന് ഇതിനെ കാറ്റഗറൈസ് ചെയ്യാം, ഏതൊക്കെയാണ് നല്ല ഫീച്ചർ, ഏതൊക്കെയാണ് മോശം ഫീച്ചർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം അഡ്വാൻറ്റേജ് നോക്കാം. ഓക്കെ, അഡ്വാൻറ്റേജ്, പിന്നെ നമുക്ക് ഡിസഡ്വാൻറ്റേജ്, രണ്ടെണ്ണം പഠിച്ചു വെച്ചേക്കണം നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ഫീച്ചേഴ്സ് തന്നെ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കി ആദ്യം ഏരിയ ഓഫ് കവറേജ് നമ്മൾ പറഞ്ഞു, സ്മോൾ ജിയോഗ്രഫിക്കൽ ഏരിയ, ഒരു ചെറിയ ഏരിയയെ കവർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ? ഡിസഡ്വാൻറ്റേജ് ആണ് അല്ലേ. അപ്പോൾ ഡിസഡ്വാൻറ്റേജിൽ നമുക്ക് എഴുതാം സ്മോൾ കവറേജ് അല്ലേ, അതിൻ്റെ ബ്രാക്കറ്റിൽ നിങ്ങൾ എഴുതുക എന്താണ്? ചെറിയൊരു ജിയോഗ്രഫിക്കൽ ഏരിയ മാത്രമേ അതിന് കവർ ചെയ്യാൻ പറ്റുന്നുള്ളൂ, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി രണ്ടാമത്തെ ഫീച്ചർ എന്താണ്? ട്രാൻസ്മിഷൻ സ്പീഡ് ഹൈ ആണ് അല്ലേ, അത് അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജോ? അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇവിടെ എഴുതാം എന്താണ്? ട്രാൻസ്മിഷൻ സ്പീഡ് ഹൈ ആണ്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഫീച്ചർ നോക്കാം. യൂസ് അല്ലേ, യൂസ് എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് അഡ്വാൻറ്റേജ്, അതവിടെ നിന്നോട്ടെ. അടുത്ത സെക്യൂർ കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ? അഡ്വാൻറ്റേജ് ആണ്. എന്താണ് അഡ്വാൻറ്റേജ്? പ്രൊവൈഡ്സ് എന്താണ്? സെക്യൂർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആയി. ഇനി അടുത്ത മൂന്നാമത്തെ നോക്കാം. എന്താണ് മൂന്നാമത്തെ? നോക്കാം കോസ്റ്റ്. എന്താണ് കോസ്റ്റ്? ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എന്താണ്? വളരെ കുറവാണ്. അപ്പോൾ ഇത് കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡാണ് അല്ലേ, കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ്. ഓക്കെ, മെത്തേഡ് ക്ലിയർ. ഇനി ഡിസഡ്വാൻറ്റേജ് നിങ്ങൾ നോക്കിയേ, സെക്യൂർ ആണോ എന്ന് ചോദിച്ചു അല്ലേ, സ്മോൾ കവറേജ് ആണ്, സെക്യൂർ ആണെന്ന് നമ്മൾ പറഞ്ഞു, കോസ്റ്റ് പറഞ്ഞു അല്ലേ. ഇനി നിങ്ങൾ നോക്കിയേ, ഇതിപ്പോൾ ഈ നെറ്റ്വർക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ബിൽഡിങ്ങിനകത്ത് അല്ലെങ്കിൽ ചെറിയൊരു ഏരിയക്കകത്തുള്ള ഡിവൈസ് കണക്ട് ചെയ്യാനാണ്. അതായത് ദിസ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ നെറ്റ്വർക്ക്. ഒരു ഭയങ്കര വലിയ നെറ്റ്വർക്ക് ആണെങ്കിൽ ഭയങ്കര കുറേ ഡിവൈസസും പല സ്ഥലത്തുള്ള ഡിവൈസസിനെ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ എന്താണ്? സ്മോൾ നെറ്റ്വർക്ക്. അത് ഡിസഡ്വാൻറ്റേജ് ആണ് അല്ലേ, സ്യൂട്ടബിൾ ഫോർ എന്താണ്? സ്മോൾ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ലാൻ പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ലാൻ പഠിച്ചാൽ ഇതേ ഓർഡറിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. ഓക്കെ, എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ഇതെല്ലാം പഠിച്ചിട്ട് പോകുന്നു, നിങ്ങൾ ഈ വീഡിയോ കാണുകയോ അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നോക്കി പഠിച്ചിട്ടുണ്ട്. പക്ഷേ എക്സാമിന് പോകുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ ലാൻ അല്ലേ, അല്ലെങ്കിൽ എന്താണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എക്സാമിനർ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ഒരു കൺസിഡർ യൂസ് കേസ്, ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. ഒരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിങ്ങിനകത്ത് ഇത്ര സെറ്റ് ഓഫ് ഡിവൈസസ് ഉണ്ട്, ഈ ഡിവൈസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഏത് നെറ്റ്വർക്ക് നിങ്ങൾ ഉപയോഗിക്കും? ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഒരിക്കലും ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്താണെന്ന് ചോദിക്കത്തില്ല, ഇങ്ങനെ ഒരു യൂസ് കേസ് തന്നിട്ട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഏരിയയിൽ കവർ ചെയ്യാൻ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എന്താണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം ഏത് നെറ്റ്വർക്കാണ് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനി ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം എഴുതുക. ഇനി അഡ്വാൻറ്റേജ് ആണ് ഡിസഡ്വാൻറ്റേജ് ആണ് ചോദിക്കുന്നതെങ്കിലും ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എഴുതുക. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ എക്സാമിന് പഠിക്കേണ്ടതും എക്സാമിന് എഴുതേണ്ടതും. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം, വാരി വലിച്ച് എഴുതുന്നതിലല്ല, പോയിന്റ്സ് എല്ലാം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് പഠിച്ചു, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് പഠിച്ചു. അടുത്ത് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നു മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, മാൻ്റെ ഫുൾ ഫോം എന്തായിരുന്നു? പഠിച്ചോളണം. എന്താണ്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ബിൽഡിങ്ങിനകത്തുള്ള ഡിവൈസുകൾ കണക്ട് ചെയ്യണം. ഇനി ഇവിടെ നിങ്ങൾ നോക്കി,
നമുക്ക് ഒരു സിറ്റി എടുക്കാം, ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ഏരിയ എടുക്കാം, ഒരു സിറ്റി, ഭയങ്കര വലിയ സിറ്റി. ഓക്കെ, അതായത് ഒരു 100 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഭയങ്കര വലിയൊരു സിറ്റി എടുക്കുന്നു. ഓക്കെ, അവിടെ നമുക്കൊരു ബാങ്ക് എടുക്കാം, SBI ബാങ്ക്. ഓക്കെ, SBI ബാങ്കിന് 4 ബ്രാഞ്ചസ് ഉണ്ട് ആ സിറ്റിക്കകത്ത്. ഓക്കെ, ഒന്നാമത്തെ ബ്രാഞ്ച്, രണ്ടാമത്തെ ബ്രാഞ്ച്, മൂന്നാമത്തെ ബ്രാഞ്ച്, നാലാമത്തെ ബ്രാഞ്ച്. ഓക്കെ, നിങ്ങൾ ആലോചിക്കണം, ഒരു ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് ആണ്, ആ ബിൽഡിങ്ങിനകത്ത് കുറച്ച് ഡിവൈസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡിവൈസുകളെല്ലാം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? LAN ഉപയോഗിക്കാം, അല്ലേ? അപ്പോൾ ഈ ബ്രാഞ്ചിലെ ഡിവൈസസുകൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? LAN ഉപയോഗിക്കാം. ഓക്കെ, ഈ ബ്രാഞ്ചിലെ ഡിവൈസസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? LAN ഉപയോഗിക്കാം. അതുപോലെ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? LAN ഉപയോഗിക്കാം. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? ഈ ബ്രാഞ്ചിലെ ആൾക്കാർക്ക് ഡിവൈസുകൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ റിക്വയർമെന്റ് എന്ന് പറയുന്നത്, ഇതാ ഇവിടെ ഇരിക്കുന്ന ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിന് ഈ ബ്രാഞ്ചിലെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് ഒരു ലാനിന് മറ്റൊരു ലാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു ഡിവൈസ് ഇൻ ദിസ് നെറ്റ്വർക്ക് നീഡ് ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ ദ അതർ നെറ്റ്വർക്ക് ഇൻ ദിസ് ബ്രാഞ്ച്, അല്ലേ? അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഒരു ബ്രാഞ്ച് ഒരു സ്ഥലത്താണ്, അടുത്ത ബ്രാഞ്ച് വളരെ ഡിസ്റ്റൻസ് മാറിയിട്ടാണ്, അല്ലെ? ഒരു സിറ്റിക്കകത്ത് 4 ബ്രാഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു ബ്രാഞ്ചിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ, അതായത് ഈ ഒരു ലാനിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലേ? അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലാൻഡ്സുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ വരുമ്പോൾ എന്താ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നെറ്റ്വർക്ക്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ എന്താണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു വലിയ ഏരിയ, ഇതാണ് ഒരു മെട്രോപൊളിറ്റൻ ഏരിയ എന്ന് പറയുന്നത്, ഭയങ്കര വലിയ ഏരിയ, അല്ലേ? ഈ ഏരിയയിലുള്ള ഡിവൈസുകൾ അല്ലെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഓക്കെ, ഈ ഏരിയയിലെ ഡിവൈസസുകളോ അല്ലെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ക്ലിയർ? ഓക്കെ, അപ്പോൾ LAN എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിനകത്തായിരുന്നു, അകത്തെ ഡിവൈസുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. MAN എന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കും അടുത്ത ലോക്കൽ ഏരിയ നെറ്റ്വർക്കും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കണ്ടോ ഇതിൻ്റെ പ്രത്യേകത? ഇതിപ്പം നിങ്ങൾ ആലോചിക്കുക, ഇതിൻ്റെ പ്രത്യേകത എന്താണ്? കുറച്ചും കൂടെ ഏരിയ ഓഫ് കവറേജ് കൂടുതലാണ് ആരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ അപേക്ഷിക്കും. കാരണം ഇത്രയും വലിയ സിറ്റി ഇതിന് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലേ? അപ്പോൾ എന്താണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്തിനു വേണ്ടിയാണ്? യൂസ്ഡ് ടു കവർ ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ. ഓക്കെ, ജിയോഗ്രഫിക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണം, അതായത് ഒരു സിറ്റി. ഓക്കെ, എത്രയാണ്? ഒരു 100 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു സിറ്റി. ഓക്കെ, അപ്പോൾ 100 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു സിറ്റി, 100 കിലോമീറ്ററിനകത്ത് അത്രയും വലിപ്പമുള്ള സിറ്റിയിലെ ഡിഫറെൻറ്റ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? MAN ഉപയോഗിക്കാം. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ എന്താണ് കവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ LAN പഠിച്ചു, LANും ഇതും കൂടെ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്? കവറേജ് ചെയ്ത് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ്? ട്രാൻസ്മിഷൻ സ്പീഡ്. ഓക്കെ, ട്രാൻസ്മിഷൻ സ്പീഡ്. നിങ്ങൾ ആലോചിക്കുക, ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ കുറിച്ച് ആലോചിക്കുക. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഡിവൈസസ് എല്ലാം അടുത്തടുത്താണ്, അല്ലേ? അപ്പോൾ ട്രാൻസ്മിഷൻ അടുത്തടുത്തായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അല്ലേ? പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഇവിടെയാണ്, അടുത്ത ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഇവിടെയാണ്. കണ്ടോ, വളരെ ഡിസ്റ്റൻസ് വളരെ ദൂരെയാണ് ഇരിക്കുന്നത്. സോ ട്രാൻസ്മിഷൻ സ്പീഡ് എന്താണ്? ആരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്, LANനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്. ബട്ട് ഇവിടെയും നമുക്ക് പറയാം ട്രാൻസ്മിഷൻ സ്പീഡ് ഹൈ ആണ്, അല്ലേ? ട്രാൻസ്മിഷൻ സ്പീഡ് നല്ല പെട്ടെന്ന് നമുക്ക് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ നിന്ന് അടുത്ത ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലേക്ക് പെട്ടെന്ന് നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ തൊട്ടുമുമ്പ് പഠിച്ച LANുമായിട്ട് നോക്കുമ്പോൾ കുറവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം ട്രാൻസ്മിഷൻ സ്പീഡ് എന്ന് പറയുന്നത് ഹൈ ആണ്. ബ്രാക്കറ്റിൽ എഴുതണം എന്താണ്? ബട്ട് ലെസ് ദാൻ LAN, ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനേക്കാളും കുറവാണ്. അപ്പോൾ ഇങ്ങനെ ഇതേ ഓർഡറിൽ നമ്മൾ പഠിച്ചത് എത്ര ഏരിയ അതിന് കവർ ചെയ്യാൻ പറ്റും, എന്താണ് അതിൻ്റെ ട്രാൻസ്മിഷൻ സ്പീഡ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്നത് എന്താണ്? ഇത്രയും അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞതിന് ശേഷം ഇതിനകത്തുള്ള കമ്പോണൻസ് പഠിച്ചു. ഓക്കെ, അല്ലേ? നെറ്റ്വർക്കിലെ കമ്പോണൻസ് അല്ലേ നമ്മൾ പഠിക്കുന്നത്? പറഞ്ഞേ, എന്തൊക്കെയാണ് സാധാരണ നെറ്റ്വർക്ക് വരുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത്? സാധാരണ പറയുന്നത് പോലെ തന്നെ എൻഡ് ഡിവൈസസ് വേണം, അല്ലേ? എൻഡ് ഡിവൈസസ് വേണം. ഓക്കെ, എൻഡ് ഡിവൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ എഴുതാം? കമ്പ്യൂട്ടർ എഴുതാം, അല്ലേ? മൊബൈൽ എഴുതാം, പ്രിൻ്റർ, ഇതൊക്കെയാണ്. ഓക്കെ, പിന്നെ അടുത്ത് ഒരു നെറ്റ്വർക്കിൽ വേണ്ട രണ്ടാമത്തെ കമ്പോണൻ്റ് ഏതാണ്? നെറ്റ്വർക്ക് ഡിവൈസ്. ഓക്കെ, നെറ്റ്വർക്ക് ഡിവൈസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? സ്വിച്ചസ് ഉണ്ട്, അല്ലേ? സ്വിച്ച് ഉണ്ട്, പിന്നെ റൗട്ടർ ഉണ്ട്, അല്ലേ? ഇതൊക്കെ നമുക്ക് നെറ്റ്വർക്ക് ഡിവൈസിന് എക്സാമ്പിളാണ്. നേരത്തെ പറഞ്ഞ അതേ കമ്പോണൻസ് തന്നെ ഇവിടെയും നമുക്ക് പറയാം, അല്ലേ? പിന്നെ ട്രാൻസ്മിഷൻ മീഡിയം. ഓക്കെ, ട്രാൻസ്മിഷൻ മീഡിയം, അതായത് എങ്ങനെയാണ് ഇതിലെ ഡിവൈസസ് കണക്ട് ചെയ്തിരിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത്? ത്രൂ എന്താണ്? ഒപ്റ്റിക്കൽ ഫൈബർ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ നേരത്തെ പഠിച്ച അതേ ഓർഡർ തന്നെയാണ്. ഇതിൻ്റെ ഒരു നെറ്റ്വർക്കിൻ്റെ പ്രത്യേകത പറഞ്ഞു, അതിൻ്റെ കമ്പോണൻസും പറഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഇതിൽ അഡീഷണൽ ആയിട്ടുള്ളത് ഒരു ഡേറ്റാ സെൻറ്റർ.
എന്താണ് ഡേറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം നിങ്ങൾ ആലോചിക്കുക, ഇവിടെ ഇപ്പോൾ 4 ബ്രാഞ്ചസ് ഉണ്ട്. ശ്രദ്ധിച്ചേ, ഈ 4 ബ്രാഞ്ചസ് ഉണ്ട്. ഈ 4 ബ്രാഞ്ചസിനും കോമൺ ആയിട്ട് ഉപയോഗിക്കേണ്ട ഫയൽസ്, നോക്കിയേ, കോമൺ ആയിട്ട് ഉപയോഗിക്കേണ്ട ഫയൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കേണ്ട ആപ്ലിക്കേഷൻസ്, അല്ലേ? അപ്പോൾ ഇവർക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അതെന്ത് ചെയ്യും? ഒരു സ്ഥലത്ത് സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കണ്ടോ? അപ്പോൾ എന്താ അതിൻ്റെ പ്രത്യേകത? ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിന് ആക്സസ് ചെയ്യാൻ പറ്റും, ഇത് ആക്സസ് ചെയ്യാൻ പറ്റും, അതുപോലെ ഇത് ആക്സസ് ചെയ്യാൻ പറ്റും, ഇതും ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡേറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇതിനാണ് നമ്മൾ ഡേറ്റാ സെൻറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡേറ്റാ സെൻറ്റർ. അപ്പോൾ ഡേറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ആലോചിക്കേണ്ടത് എന്താണ്? ഈ എല്ലാ ബ്രാഞ്ചിലുള്ള ലാൻ നെറ്റ്വർക്സിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ട ഇൻഫർമേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഓരോ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനും എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഡേറ്റാ സെൻറ്റർ. അപ്പം ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് പഠിച്ചു. എന്തൊക്കെയാണ്? എൻഡ് ഡിവൈസ് ഉണ്ട്, നെറ്റ്വർക്ക് ഡിവൈസ് ഉണ്ട്, ട്രാൻസ്മിഷൻ മീഡിയ ഉണ്ട്, ഡേറ്റാ സെൻറ്റർ ഉണ്ട്. ഡേറ്റാ സെൻറ്ററിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിക്കും എന്താണ്? സ്റ്റോർ ഫയൽസ് അല്ലെങ്കിൽ ഡേറ്റാസ്, ഡേറ്റ അല്ലെങ്കിൽ സർവീസസ്, ആപ്ലിക്കേഷൻസ്, അല്ല, ഇതെല്ലാം അതിനകത്ത് സേവ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്താ പ്രത്യേകത? ഈ ഒരു നെറ്റ്വർക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ ലാനിനും എന്ത് ചെയ്യാൻ പറ്റും? ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. കണ്ടോ? അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ ഓഫ് കവറേജിനെ കുറിച്ച് പറഞ്ഞു, നമ്മൾ എത്രയാണ് ഇതിൻ്റെ ട്രാൻസ്മിഷൻ സ്പീഡിനെ കുറിച്ച് പഠിപ്പിച്ചു, അത് കഴിഞ്ഞ് കമ്പോണൻസും പറഞ്ഞു. ഇനി നിങ്ങൾ പറഞ്ഞേ, നമ്മൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ കമ്പോണൻസ് പഠിച്ചതിന് ശേഷം നമ്മൾ എന്താ പഠിച്ചത്? ഫീച്ചേഴ്സ് പഠിച്ചു, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പഠിക്കാം? ഫീച്ചേഴ്സ് പഠിക്കാം. ഓക്കെ, ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം സമ്മറൈസ് ചെയ്യുന്നു. ഓക്കെ, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണുള്ളത്? ഒന്ന് കവറേജ്, അല്ലേ? നമ്മുടെ മനസ്സിലുണ്ട് ഒരു മെട്രോപൊളിറ്റൻ ഏരിയ അല്ലെങ്കിൽ ഒരു വലിയ സിറ്റിയിലെ മുഴുവൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്സിനെയും കൂടെ കണക്ട് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ കവറേജ് ഏരിയ എന്താണ്? കവറേജ് ഏരിയ ഹൈ ആണ്, അല്ലെങ്കിൽ ലാർജ് ആണ്, കവറേജ് കൂടുതലാണ്, അല്ലേ? ഓക്കെ, ലാർജ് കവറേജ് ഏരിയ. ഓക്കെ, രണ്ടാമത്തത് ട്രാൻസ്മിഷൻ സ്പീഡ്, അല്ലേ? ട്രാൻസ്മിഷൻ സ്പീഡ്, രണ്ടാമത്തെ ഫീച്ചർ ആണ് ട്രാൻസ്മിഷൻ സ്പീഡ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ ട്രാൻസ്മിഷൻ സ്പീഡ് നിങ്ങളുടെ മനസ്സിലൊന്ന് ആലോചിച്ച് ലോജിക്കലിയും ആലോചിച്ചിട്ട് പറഞ്ഞേ. ട്രാൻസ്മിഷൻ സ്പീഡ് ഹൈ ആണ്, പക്ഷേ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വെച്ച് നോക്കുമ്പോൾ ഈ ഡിവൈസസ് ഭയങ്കര അകന്നിട്ടാണ്, അതുകൊണ്ട് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഹൈ ആണ്, പക്ഷേ ലെസ് ദാൻ എന്താണ്? ലെസ് ദാൻ. ഓക്കെ, ഇനി അടുത്ത് മൂന്നാമത്തത് ശ്രദ്ധിച്ചേ. മൂന്നാമത്തെ നമ്മളപ്പോൾ കവറേജ് ഏരിയ പറഞ്ഞു, ട്രാൻസ്മിഷൻ പറഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ യൂസ്, അല്ലേ? ഇതിൻ്റെ യൂസ് എന്താണ്? അതായത് എന്തിനാണ് നമ്മൾ ഈ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത്? ഡിഫറെൻറ്റ് ലോക്കൽ ഏരിയ നെറ്റ്വർക്സിന് പരസ്പരം എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ യൂസ്ഡ് ഫോർ ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എന്താണ്? ബിറ്റ്വീൻ 2 ഡിവൈസസ്, 2 LAN. ഓക്കെ, ക്ലിയർ? അപ്പോൾ അതിൻ്റെ യൂസ് എഴുതി. ഇനി നമ്മൾ നോക്കുന്ന ആസ്പെക്ട് എന്താണ്? ഇതിൻ്റെ യൂസ് നോക്കി. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെക്യൂരിറ്റിയാണ് നമ്മൾ നോക്കുന്നത്, അല്ലേ? നിങ്ങൾ ആലോചിക്കുക, ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഒരു ബിൽഡിങ്ങിനകത്താണ്, അല്ലെ? അതൊരു പ്രൈവറ്റ് നെറ്റ്വർക്കാണ്, അല്ലേ? അപ്പോൾ പ്രൈവറ്റ് നെറ്റ്വർക്ക് ആകുമ്പോൾ പുറത്തുനിന്നുള്ള ഒരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഇവിടെ നിങ്ങൾ ആലോചിക്കുക, ഇതിപ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്തിരിക്കുന്ന ലോക്കൽ നെറ്റ്വർക്കാണ്, ഇത് വളരെ ഡിസ്റ്റൻസ് മാറിയിട്ട് വേറൊരു സ്ഥലത്തുള്ള ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്, അല്ലേ? അപ്പോൾ ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിനെ ആക്സസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഒരു ബിൽഡിങ്ങിനകത്തായതുകൊണ്ട് നോക്കിയേ, അതായത് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇതും തമ്മിൽ ഈ ലാനും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് മാറിയിട്ടാണ്, അല്ലേ? അപ്പോൾ വേണമെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കാം? അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടുത്തെ സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അഡീഷണൽ ഇൻഫ്രാസ്ട്രക്ചർ വേണം, അല്ലേ? നമുക്ക് സെക്യൂറായിട്ട് ഡേറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? അഡീഷണൽ ഇൻഫ്രാസ്ട്രക്ചർ വേണം. ഓക്കെ, അപ്പോൾ അടുത്ത സെക്യൂരിറ്റി, അല്ലെ? സെക്യൂർ കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ പറഞ്ഞ സെക്യൂർ കമ്മ്യൂണിക്കേഷൻ എന്താണ്? ദർ മേ ബി ചാൻസ് ഓഫ് അൺഓതറൈസ്ഡ് ആക്സസ്. ഓക്കെ, ദർ മേ ബി ചാൻസ് ഓഫ് അൺഓതറൈസ്ഡ് ആക്സസ് ഇൻ ദ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ, ഈ അൺഓതറൈസ്ഡ് ആക്സസ് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്ന എക്സ്ട്രാ മെത്തേഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും സെക്യൂർ കമ്മ്യൂണിക്കേഷനായി. ഇനി നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഇതിൻ്റെ കോസ്റ്റ് ആണ്, അല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു സിസ്റ്റം, ഈ ഒരു നെറ്റ്വർക്ക് ഇൻസ്റ്റാൾ ചെയ്യണം, അതുപോലെ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹൈ ആണ്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് എന്ന് പറയുന്ന സാധനം എന്താണ്? ഹൈ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ പഠിച്ചല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞേ. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ കവറേജ് ഏരിയ പഠിച്ചു, ട്രാൻസ്മിഷൻ സ്പീഡ് പഠിച്ചു, ഏതൊക്കെയാണ് അതിൻ്റെ കമ്പോണൻസ് എന്ന് പഠിച്ചു, പിന്നെ ഫീച്ചേഴ്സ്, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി ഒരു ഹെഡിങ്ങും കൂടിയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഏറ്റവും അവസാനം നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? അഡ്വാൻറ്റേജും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജും. നിങ്ങൾ തന്നെ പറഞ്ഞേ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞേ. ഫസ്റ്റ് നോക്കി നമുക്ക് ഓരോ ഫീച്ചർ നോക്കാം. കവറേജ് ഏരിയ ഭയങ്കര കൂടുതലാണ്, അത് അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ? അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജിൽ നിങ്ങൾ തന്നെ പറഞ്ഞ എന്താണ്? കവറേജ് ഏരിയ ഹൈ ആണ്. നിങ്ങൾ എഴുതിക്കോളുമല്ലോ. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജിനെ ഞാൻ അഡ്വാൻറ്റേജ് എന്ന് എഴുതുന്നു. അഡ്വാൻറ്റേജ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയേ, ട്രാൻസ്മിഷൻ സ്പീഡ് ഹൈ ആണ്, പക്ഷേ ലെസ് ദാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഏതിൽ കൂട്ടാം? ഡിസഡ്വാൻറ്റേജിൽ കൂട്ടാം. ഓക്കെ,
ഇനി എന്താണ് യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ, അത് അവിടെ നിൽക്കട്ടെ. സെക്യൂർ കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അൺഓതറൈസ്ഡ് ആക്സസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ അപ്പോൾ അതെന്താണ്? ഡിസഡ്വാൻറ്റേജ് ആണ്. ക്ലിയർ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഒരു ഡിസഡ്വാൻറ്റേജ് കോസ്റ്റിൻ്റെ കാര്യം. കോസ്റ്റ് ഹൈ ആണ്. ഹൈ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ എന്താണ്? ഡിസഡ്വാൻറ്റേജ്. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ തന്നെ നമുക്ക് അഡ്വാൻറ്റേജസും കിട്ടി, അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും കിട്ടി. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ എന്താണ്? അപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ എക്സാമിനർ ചോദിക്കുന്ന ഇങ്ങനെയാണ്, എക്സ്പ്ലെയിൻ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആൻഡ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അല്ല, അങ്ങനെ ഒരിക്കലും നിങ്ങൾക്ക് ചോദിക്കില്ല. നിങ്ങൾക്ക് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഇതാ ഒരു IT കമ്പനി ഉണ്ട്. ഒരു IT കമ്പനിക്ക് ഒരു സിറ്റിക്കകത്ത് 4 ബ്രാഞ്ചസ് ഉണ്ട്. ഓക്കെ, ഈ 4 ബ്രാഞ്ചസിലും ഓരോ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് ഉണ്ട്. ഈ ബ്രാഞ്ചസുകൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നിങ്ങൾ ഏത് നെറ്റ്വർക്ക് ഉപയോഗിക്കും? അപ്പം നിങ്ങൾ പറയണം, നോക്കിയേ, ഒരു സിറ്റിക്കകത്ത് ഉള്ള ഡിഫറെൻറ്റ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഏത് നെറ്റ്വർക്കാണ് ഉപയോഗിക്കുന്നത്? സോ വി ആർ യൂസിങ് മാൻ. കണ്ടോ? അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. ഒരു യൂസ് കേസ് വെച്ചിട്ടായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു ബിൽഡിങ്ങിനകത്താണെങ്കിൽ നമുക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉപയോഗിക്കാൻ പറ്റിയാണ്. ക്ലിയർ? ഇപ്പോൾ ഒരു IDTയിലെ, അപ്പോൾ ഇതാണ് മാൻ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും അവസാനം നമുക്ക് പഠിക്കാനുള്ളതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ആ പേര് തന്നെയുണ്ട്, WAN. എന്താണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്? നിങ്ങൾ ഇവിടുത്തെ യൂസ് കേസ് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചേ, ഇതാ ഒരു ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിനകത്ത് എന്തുണ്ട്? കുറേ ഡിവൈസസ് കണക്ട് ചെയ്യാൻ ഒരു LAN ഉണ്ട്. ഓക്കെ, ഇതാ ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇപ്പം SBI ബാങ്കിൻ്റെ ബ്രാഞ്ച് തന്നെ എടുക്കാം. ഇത് ട്രിവാൻഡ്രത്തുള്ള ബ്രാഞ്ചാണ്. ഓക്കെ, ഇനി ഇതാ വേറൊരു ബ്രാഞ്ച് ഡൽഹിയിലാണ്. ഓക്കെ, അവിടെയും കുറേ ഡിവൈസസ് ഉണ്ട്. ആ ഡിവൈസസ് എല്ലാം പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു LAN ആണ്. LAN ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ട്രിവാൻഡ്രത്തുള്ള ഈ ഒരു LANും അതായത് ഈ ഒരു നെറ്റ്വർക്കിൽ നിന്ന് ഡിവൈസിന് എന്ത് ചെയ്യണം? ഡൽഹിയിലുള്ള ഈ ഒരു നെറ്റ്വർക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നേരത്തെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു സിറ്റിക്കകത്ത് ഡിഫറെൻറ്റ് LAN ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ അങ്ങനെയാണോ? അല്ല. ഒരു നെറ്റ്വർക്ക് ഇവിടെയാണ്, ഒരു നെറ്റ്വർക്ക് ഇവിടെയാണ്. അതായത് ഈ നെറ്റ്വർക്കുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? ഭയങ്കര കൂടുതലാണ് അല്ലേ? ഒരു 1000 കിലോമീറ്റർ അല്ലേ? അത്രയും ഡിസ്റ്റൻസ് മാറിയിട്ടാണെന്ന് വെച്ചോ. നോക്കി, ഒരു നെറ്റ്വർക്ക് ഇവിടെ ഇരിപ്പുണ്ട്, അടുത്ത നെറ്റ്വർക്ക് ഇരിപ്പുണ്ട് അല്ലേ? ഈ നെറ്റ്വർക്കുകൾ തമ്മിൽ ഭയങ്കര ലോങ് ഡിസ്റ്റൻസ് അപ്പാർട്ടാണ് അവർ അല്ലേ? നോക്കിയേ, ഡിസ്റ്റൻസ് ഭയങ്കര കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഇത്തരം ഡിവൈസുകൾ, ഇത്തരം നെറ്റ്വർക്കുകൾ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇത്തരം നെറ്റ്വർക്കുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ഉപയോഗിക്കാം? സോ വി ക്യാൻ യൂസ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ എന്താണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ? വൈഡ് ഏരിയ നെറ്റ്വർക്ക് ദാറ്റ് ആർ യൂസ്ഡ് ടു കണക്ട് ഡിഫറെൻറ്റ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് പ്ലേസ്ഡ് അറ്റ് ലോങ് ഡിസ്റ്റൻസ് അപ്പാർട്ട് അല്ലേ? അതായത് രണ്ട് നെറ്റ്വർക്ക്സ് അല്ലെ, ഇപ്പോൾ ഈ വളരെ ദൂരെയുള്ള 2 നെറ്റ്വർക്ക്സുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? വൈഡ് ഏരിയ നെറ്റ്വർക്ക്സ് ഉപയോഗിക്കാം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിലേക്ക് വരാം. ഫസ്റ്റ് നമുക്ക് നോക്കാം, എന്താണ് ഏരിയ ഓഫ് കവറേജ്? പറഞ്ഞേ, ഏരിയ ഓഫ് കവറേജ്. ഞാൻ ഇനി ഒന്നും പറയുന്നില്ല, നിങ്ങൾ പറയണം. എന്താണ് ഏരിയ ഓഫ് കവറേജ്? എന്താണ് പറഞ്ഞേ? ഏരിയ ഓഫ് കവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളതിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാൽ LANനേക്കാളും കൂടുതലാണ് അല്ലേ? കാരണം നോക്കിയേ, ഇതാ ഒരു ഇന്ത്യ മുഴുവൻ ഇതിന് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇത് ട്രിവാൻഡ്രം, ഇത് ഡൽഹി അല്ലേ? അതായത് ഏരിയ ഓഫ് കവറേജ് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ഉപയോഗിക്കുമ്പോഴും കമ്പയർ ചെയ്യുമ്പോഴും എന്താണ്? ഇവിടെ കൂടുതലാണ്. സോ ഏരിയ ഓഫ് കവറേജ് ഏറ്റവും കൂടുതൽ ആർക്കാണ്? ലാർജ് ഏരിയ ഓഫ് കവറേജ് ആർക്കാണ്? WAN ആണ്. ഓക്കെ, ഇനി നമ്മൾ ഏരിയ ഓഫ് കവറേജ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്താണ്? ഡേറ്റ ട്രാൻസ്മിഷൻ സ്പീഡ് അല്ലേ? ട്രാൻസ്മിഷൻ സ്പീഡ്. ഓക്കെ, ട്രാൻസ്മിഷൻ സ്പീഡ് എല്ലാവരും ഒന്ന് പറഞ്ഞ്, ഏതിനാണ് ട്രാൻസ്മിഷൻ സ്പീഡ്? നിങ്ങൾ ലോജിക്കലി ഒന്ന് ചിന്തിച്ച് നോക്കിയേ. LAN ആയപ്പോൾ ഡിവൈസസ് വളരെ അടുത്താണ്, പെട്ടെന്ന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അല്ലേ? അവിടെ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇനി മാൻ ആയപ്പോൾ, മെട്രോപൊളിറ്റൻ ഏരിയ ആയപ്പം ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് അപ്പാർട്ടാണ്, എന്നാലും അവിടെ കുറച്ചുകൂടെ സ്പീഡിൽ പറ്റും. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇതാ ഇവിടെ ഈ നെറ്റ്വർക്ക് ഇവിടെയാണ്, ഈ നെറ്റ്വർക്ക് ഇവിടെയാണ്, വളരെ ഡിസ്റ്റൻസ് മാറിയാണ് അല്ലേ? അപ്പോൾ ബാക്കിയുള്ളത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സ്പീഡ് എന്താണ്? ഇച്ചിരി കുറവാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഓക്കെ, ഡേറ്റ ട്രാൻസ്ഫർ സ്പീഡ് എന്താണ്? സ്മോൾ. ഓക്കെ, ഡേറ്റ ട്രാൻസ്ഫർ വളരെ കുറവാണ്. ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇനി നമുക്ക് എന്താണ്? ഇത്രയും നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പഠിച്ചു അല്ലേ? ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പഠിച്ചു. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് എന്താണ്? ഇതിൻ്റെ കമ്പോണൻസ് ആണ് അല്ലേ? ഒരു നെറ്റ്വർക്ക് പഠിക്കുമ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്ന കമ്പോണൻസ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കമ്പോണൻസ് ഏതൊക്കെയാണ്? സാധാരണ നെറ്റ്വർക്കിനുള്ള കമ്പോണൻസ് എല്ലാം ഇതിനും വേണം. ഏതൊക്കെയാണ് വേണ്ടത്? ഒന്ന്, എൻഡ് ഡിവൈസ് വേണം. ഓക്കെ, 2, ഇനി എൻഡ് ഡിവൈസിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, നെറ്റ്വർക്ക് ഡിവൈസ് വേണം. ഓക്കെ, അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല അല്ലേ? പിന്നെ കണക്റ്റിംഗ് മീഡിയം വേണം അല്ലേ? ട്രാൻസ്മിഷൻ മീഡിയം, അതായത് ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ്, ഈ നെറ്റ്വർക്ക്സുകൾ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നു അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്മിഷൻ മീഡിയം അല്ലേ? ട്രാൻസ്മിഷൻ മീഡിയം വേണം. മീഡിയം. ഓക്കെ, എക്സാമ്പിൾ നിങ്ങളുടെ മനസ്സിൽ വേണം ഏതാണ്? ഒപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, ട്രാൻസ്മിഷൻ മീഡിയം, എൻഡ് ഡിവൈസ് വേണം, നെറ്റ്വർക്ക് ഡിവൈസ് വേണം, ട്രാൻസ്മിഷൻ മീഡിയം വേണം. പിന്നെ അഡീഷണൽ ആയിട്ട് ഇവിടെ വേണ്ടത് സെർവർ.
ഓക്കെ, നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ സെർവറൊക്കെ പഠിക്കും. അപ്പോൾ എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ക്ലിയർ? നമ്മൾ ഈ ഒരു വീഡിയോ സെഷനിൽ തന്നെ സെർവർ പഠിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കമ്പോണൻസ് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്കിൻ്റെ ഫീച്ചേഴ്സ് ഇനി ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യം പോലും ഇല്ല, നിങ്ങൾക്ക് പറയാൻ പറ്റും. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് പറഞ്ഞേ? ഫസ്റ്റ് ഫീച്ചർ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്ന കവറേജ് ഏരിയ. ഓക്കെ, കവറേജ് ഏരിയയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ലാർജ് കവറേജ് ഏരിയ ഉണ്ട് അല്ലേ, ഭയങ്കര വലിയ കവറേജ് ഏരിയ ഉണ്ട്. പിന്നെ ട്രാൻസ്മിഷൻ സ്പീഡ് നമ്മൾ പറഞ്ഞു അല്ലേ, ട്രാൻസ്മിഷൻ സ്പീഡ് വളരെ കുറവാണ്, ലോ ട്രാൻസ്മിഷൻ സ്പീഡ്. കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള എല്ലാത്തിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ട്രാൻസ്മിഷൻ സ്പീഡ് എന്താണ്, വളരെ കുറവാണ്. ഓക്കെ, ഇനി അടുത്ത് പറഞ്ഞേ. ഇനി അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്ഥിരം പറയുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇതിൽ പറയുന്ന യൂസ് ആണ് അല്ലേ, ഇതിൻ്റെ യൂസ്. ഓക്കെ, ഇതിൻ്റെ യൂസ് നിങ്ങൾ തന്നെ പറഞ്ഞേ എന്താണ്? അതായത് ഒരു നെറ്റ്വർക്കിലെ ഡിവൈസ്, ഒരു നെറ്റ്വർക്കും അടുത്ത നെറ്റ്വർക്കും തമ്മിൽ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കണ്ടോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ യൂസ് എന്താണ്? കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ, യൂസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു നെറ്റ്വർക്ക്സ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ യൂസ് പറഞ്ഞു. അപ്പോൾ നമ്മൾ എപ്പോഴും കവറേജ് പറയും, ട്രാൻസ്മിഷൻ സ്പീഡ് പറയും, അതിൻ്റെ യൂസ് പറയും. യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുന്നത് ഇതിൻ്റെ സെക്യൂരിറ്റിയാണ്, സെക്യൂർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നിങ്ങൾ തന്നെ പറഞ്ഞേ, നോക്കിയേ, ഇത് ഈ ഒരു ലോക്കൽ നെറ്റ്വർക്ക് ഇവിടെയാണ്, ഈ ഒരു ലോക്കൽ നെറ്റ്വർക്ക് ഇവിടെയാണ്, അതായത് വളരെ ഡിസ്റ്റൻസ് അപ്പാർട്ടാണ്. സോ ഉറപ്പായിട്ടും അൺഓതറൈസ്ഡ് ആക്സസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് അതിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ എക്സ്ട്രാ മെഷേഴ്സ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ്? അൺഓതറൈസ്ഡ് ആക്സസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ എക്സ്ട്രാ മെഷേഴ്സ് കൺസിഡർ ചെയ്യണം ഇതിന് സെക്യൂർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതാം അൺഓതറൈസ്ഡ്, ചാൻസ് ഓഫ് അൺഓതറൈസ്ഡ് ആക്സസ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? എക്സ്ട്രാ മെഷേഴ്സ് നമ്മൾ വേണം അല്ലേ, ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ കവറേജ് പറഞ്ഞു, ട്രാൻസ്മിഷൻ സ്പീഡ് പറഞ്ഞു, അതിൻ്റെ യൂസ് പറഞ്ഞു, സെക്യൂർ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. ഇനി ഏറ്റവും അവസാനം നമ്മൾ പറയുന്നത് എന്താണ്? കോസ്റ്റ് അല്ലേ. നിങ്ങൾ പറഞ്ഞേ, ഇത് ഇത്രയും വലിയ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും കോസ്റ്റ് എന്താണ്? ഭയങ്കര കൂടുതലാണ്. ഓക്കെ, അപ്പോൾ കോസ്റ്റിൻ്റെ കേസിൽ നമുക്ക് എന്താണ്? ഹൈ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് വാൻ എന്ന് പറയുന്നതിൻ്റെ ഇത് പഠിച്ചു. നമ്മൾ എന്താണ് വാൻ എന്ന് പഠിച്ചു, അതുപോലെ എൻ്റെ കമ്പോണൻസ് പഠിച്ചു, അതുപോലെ തന്നെ എൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു. ഇനി അഡ്വാൻറ്റേജ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് തന്നെ അറിയാം കവറേജ് ഏരിയ കൂടുതലാണ്, അതൊരു അഡ്വാൻറ്റേജ് ആണ് അല്ലേ. ഓക്കെ, ട്രാൻസ്മിഷൻ സ്പീഡ് കുറവാണ്, അത് ഡിസഡ്വാൻറ്റേജ് ആണ് അല്ലേ. പിന്നെ അൺഓതറൈസ്ഡ് ആക്സസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അതും ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷേ അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ടെക്നോളജി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്? ഹൈ ആണ്, അത് ഡിസഡ്വാൻറ്റേജ്. കണ്ടോ? അപ്പോൾ ഇതാണ് വാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ വാൻ എന്ന് പറയുന്നതിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സാമിനർ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉണ്ട്, വളരെ ദൂരം മാറി, കുറേ ദൂരം മാറിയിട്ട് വേറൊരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉണ്ട്, ഇത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ. എന്ത് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം? വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒറ്റ സിംഗിൾ ലൈനിൽ എഴുതരുത്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് ഉപയോഗിച്ചിട്ട് നിർത്തരുത്. പിന്നെ വൈഡ് ഏരിയ നെറ്റ്വർക്കിനെ കുറിച്ച് പഠിച്ച കാര്യങ്ങളെല്ലാം എഴുതുക. ഓക്കെ, ക്ലിയർ? അപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതി വെച്ച്. ഒന്ന്, റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ 2, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, കമ്പാരിസൺ ചോദിക്കും. എന്താണ്? ലാൻ വേഴ്സസ് മാൻ വേഴ്സസ് വാൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കമ്പാരിസൺ ചോദിക്കും. എന്താണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, എന്താണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, എന്താണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. കണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? നമ്മൾ 2 കാര്യങ്ങൾ പഠിക്കുമെന്നാണ് പറഞ്ഞത്. എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സും പഠിച്ചു. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ആർക്കിടെക്ചർ ഓഫ് നെറ്റ്വർക്ക്സ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് 2 ആർക്കിടെക്ചറാണ് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആർക്കിടെക്ചർ. ഓക്കെ, നെറ്റ്വർക്ക് ആർക്കിടെക്ചർ 2 ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ക്ലയൻറ്റ് സെർവർ, പിന്നെ നമുക്ക് വേണ്ടത് പിയർ ടു പിയർ ആർക്കിടെക്ചർ. ഓക്കെ, ഈ പേരൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ. ഓക്കെ, ഇവിടെയും നമുക്ക് റിയൽ ലൈഫ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ. ഓക്കെ, ഒരു കുഞ്ഞ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നോക്കി, ഇപ്പം നിങ്ങളിത് അവിടെയുണ്ട്. ഓക്കെ, കോളേജിനകത്ത് ലൈബ്രറി ഉണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു ടെക്സ്റ്റ് വേണം. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ആ ടെക്സ്റ്റ് ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കോളേജ് ലൈബ്രറി പോയിട്ട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യും, എനിക്ക് ആ ടെക്സ്റ്റ് വേണമെന്ന് പറയും അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഒരു റിക്വസ്റ്റ് ചെയ്യും. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഒരു സർവീസ് വേണം. എന്താണ്? നിങ്ങൾക്കൊരു ബുക്ക് വേണം അല്ലേ. ബുക്ക് വേണമെന്ന് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യും. ഇതിനെ നമുക്ക് കുറച്ച് ടെക്നിക്കലി പറഞ്ഞാൽ എന്താണ്? റിക്വസ്റ്റ് എ സർവീസ് അല്ലേ. ഒരു സർവീസ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്കൊരു ബുക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു സർവീസ് റിക്വസ്റ്റ് ചെയ്യുന്നു. ബുക്ക് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. കണ്ടോ? ഈ റിക്വസ്റ്റ് ചെയ്യുന്ന ആളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? ക്ലയൻറ്റ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ നിങ്ങളാണ് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലയൻറ്റ് എന്ത് ചെയ്യുന്നു? ഒരു സർവീസ് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ബുക്ക് ഉണ്ടോ എന്ന് ലൈബ്രറി ചോദിക്കുന്നു. ലൈബ്രറിയിൽ എന്ത് ചെയ്യുന്നു? അവിടെ അവരുടെ സോഫ്റ്റ്വെയറിൽ പോയി സെർച്ച് ചെയ്യുന്നു. ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ആ ബുക്ക് അവരെന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും അല്ലേ. ബുക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് വിളിക്കാം? പ്രൊവൈഡ് സർവീസ് എന്ന് വിളിക്കാം അല്ലേ.
പ്രൊവൈഡ്. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, ഒരു സർവീസ് റിക്വസ്റ്റ് ചെയ്തു. ഇവിടെ ഇവരെന്ത് ചെയ്തു, ഇവർ നിങ്ങളുടെ സർവീസിനെ പ്രോസസ്സ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ അല്ലെ അതിൻ്റെ എന്ത് ചെയ്യുന്നു, ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലേ. ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെർവർ. ഡൗട്ട് ഉണ്ടോ? ഇത്രയേ ഉള്ളൂ. ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഒരു നെറ്റ്വർക്കിൽ നോക്കിയേ, സർവീസ് റിക്വസ്റ്റ് ചെയ്യുന്ന ആളിനെ നമ്മൾ എന്ത് വിളിക്കും, ക്ലയൻറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ആ റിക്വസ്റ്റിനെ ഈ സെർവർ എന്ത് ചെയ്യും, പ്രോസസ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, സർവീസ് പ്രൊവൈഡ് ചെയ്യും. ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളിനെ നമ്മൾ എന്ത് വിളിക്കും, സെർവർ എന്ന് വിളിക്കും. ഈ ആർക്കിടെക്ചറിനെ വിളിക്കുന്ന പേരാണ് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ. അപ്പോൾ എന്താണ് സിംപ്ലി ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ? ആദ്യം ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എന്താണ് ക്ലയൻറ്റ്, എന്താണ് സെർവർ. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ എഴുതിക്കുക എന്താണ് ക്ലയൻറ്റ്. ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേറൊരു എക്സാമ്പിളും കൂടെ പറഞ്ഞു, റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാം. നിങ്ങൾ നോക്കിയേ, നിങ്ങളിതാ ശ്രദ്ധിച്ചേ, നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിന്ന് നിങ്ങൾ എംസിഗ്മ ഗൂഗിളത്തിൻ്റെ വെബ്സൈറ്റ് സെർച്ച് ചെയ്യുകയാണ്. അതായത് നിങ്ങളൊരു ബ്രൗസർ, ഒരു ക്രോം എന്ന് പറയുന്ന ബ്രൗസറിൽ ഇരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ എംസിഗ്മ ഗൂഗിളത്തിൻ്റെ ബ്രൗസർ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളൊരു ഒരു സർവീസ് റിക്വസ്റ്റ് ചെയ്യുകയാണ് അല്ലേ, റിക്വസ്റ്റ് എ സർവീസ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ സെർവർ ഉണ്ട്, സെർവർ എന്ത് ചെയ്യുന്നു, ആ റിക്വസ്റ്റ് എന്ത് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു അല്ലേ. റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റ് ആണല്ലോ സെർച്ച് ചെയ്യുന്നത്, ആ വെബ്സൈറ്റിൻ്റെ കണ്ടന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. കണ്ടോ? അപ്പോൾ ഇവിടെ സെർവർ എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ ഇതെന്തിന് എക്സാമ്പിളാണ്, ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എക്സാമ്പിളാണ്. ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ നിങ്ങളുടെ ബ്രൗസർ എന്തായിട്ട് ആക്ട് ചെയ്യും, ബ്രൗസറാണ് റിക്വസ്റ്റ് അയക്കുന്നത് അല്ലേ. നിങ്ങളുടെ ഇപ്പോൾ ഗൂഗിൾ ക്രോമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ ബ്രൗസർ റിക്വസ്റ്റ് അയക്കുന്നു. ബ്രൗസർ ഇപ്പോൾ എന്താണ്, ക്ലയൻ്റ് ആണ് അല്ലേ. ഈ സെർവറാണ് അത് പ്രോസസ്സ് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, റിക്വസ്റ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിവിടെ എന്താണ്, സെർവറാണ്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ് ക്ലയൻറ്റ്? പറഞ്ഞേ. ക്ലയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസ് ആകാം അല്ലേ, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ, ഒരു ആപ്ലിക്കേഷൻ ആവാം. ഇവിടുത്തെ ക്ലയൻറ്റ് ആരാണ്, ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ഒരു സർവീസ് റിക്വസ്റ്റ്, അല്ലെങ്കിൽ ഒരു സർവീസ് റിക്വസ്റ്റ് ചെയ്യുന്ന ആൾ അല്ലേ, ഒരു ഹെൽപ്പ് വേണമെന്ന് ചോദിക്കുന്ന ആളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിവൈസ് ഓർ ആപ്ലിക്കേഷൻ ദാറ്റ് റിക്വസ്റ്റ് എ സർവീസ്. ഓക്കെ, ഒരു സർവീസ് റിക്വസ്റ്റ്, ശ്രദ്ധിച്ചേ, ഒരു സർവീസ് റിക്വസ്റ്റ് ചെയ്യുന്ന ഡിവൈസിനെയോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനെയോ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലയൻറ്റ് ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് അടുത്ത് എന്താണ് സെർവർ എന്ന് പറയുന്നത്. സെർവർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സെർവർ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ മനസ്സിലാക്കി ഒരു ഭയങ്കര വലിയൊരു കമ്പ്യൂട്ടറാണെന്ന് ആലോചിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു പവർഫുൾ സിസ്റ്റമായിട്ട് ആലോചിച്ചാൽ മതി. എന്താ ചെയ്യുന്നത്, ദാറ്റ് പ്രോസസ് ദ റിക്വസ്റ്റ്, ഈ റിക്വസ്റ്റിനെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ആ സർവീസ് കൊടുക്കുന്നു. ഓക്കെ, സെർവർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പവർഫുൾ സിസ്റ്റം ദാറ്റ് പ്രോസസ് എന്താണ്, പ്രോസസ് ദ റിക്വസ്റ്റ് ആൻഡ് പ്രൊവൈഡ് സർവീസ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്താണെന്ന് മനസ്സിലായി. ഈ നെറ്റ്വർക്കിൽ ഒരു ഡിവൈസ് ക്ലയൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും, മറ്റൊരു ഡിവൈസ് എന്താണ്, സെർവർ ആയിട്ട് ആക്ട് ചെയ്യും. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഓരോരോ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഫീച്ചേഴ്സ്. ക്ലിയർ? അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞേ. ഫസ്റ്റ് നമുക്ക് നോക്കാം. ആദ്യം ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ സെർവർ ഉണ്ട്, ഇതാണ് നമ്മുടെ സെർവർ. ഓക്കെ, ഇപ്പോൾ എംസിഗ്മ ഗൂഗിളത്തിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിന്ന് സെർച്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ടും എംസിഗ്മ ഗൂഗിളത്തിൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് നമ്മുടെ വെബ്സൈറ്റ് സെർച്ച് ചെയ്യുന്നു. നോക്കിയേ, 3 ആൾക്കാർ അല്ലേ, 3 ക്ലയൻസ് ഉണ്ട്. ഈ 3 ക്ലയൻസും എന്ത് ചെയ്യുന്നുണ്ട്, എംസിഗ്മ ഗൂഗിളത്തിൻ്റെ വെബ്സൈറ്റ് സെർച്ച് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ അർത്ഥം റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴേലും നിങ്ങൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ, വേറൊരാൾ ഇത് സെർച്ച് ചെയ്യുകയാണ്, അതുകൊണ്ട് നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നത് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ അർത്ഥം ഈ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിന് ഒരു പ്രത്യേകതയുണ്ട്, മൾട്ടിപ്പിൾ ക്ലയൻറ്റ് റിക്വസ്റ്റ് ഒരേ സമയം പ്രോസസ്സ് ചെയ്യാൻ പറ്റും. കണ്ടോ? അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇപ്പോൾ എംസിഗ്മ ഗൂഗിളത്തിൻ്റെ വെബ്സൈറ്റ് സെർച്ച് ചെയ്യുമ്പോൾ നോക്കിയേ, അവർക്ക് എല്ലാവർക്കും വെബ്സൈറ്റ് കിട്ടുന്നത് എന്തുകൊണ്ടാണ്, ഈ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിൻ്റെ പ്രത്യേകത എന്താണ് മൾട്ടിപ്പിൾ ക്ലയൻറ്റ് റിക്വസ്റ്റ് ക്യാൻ പ്രോസസ് അറ്റ് സെയിം ടൈം. കണ്ടോ? ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ക്ലയൻസിൻ്റെ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അത് ഇതിൻ്റെ വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോ? ഇല്ല. മൾട്ടിപ്പിൾ ക്ലയൻസിന് ഒരേ സമയം എന്ത് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ സെർവറിൻ്റെ പ്രത്യേകത എന്താ, ഈ റിക്വസ്റ്റ് ഒരേ സമയം പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ നിങ്ങൾ പഠിക്കേണ്ടത്. എന്താണ് ക്ലയൻറ്റ്, എന്താണ് സെർവർ എന്ന് പഠിച്ചു. പിന്നെ അതിൻ്റെ പ്രത്യേകത പറയാം. മൾട്ടിപ്പിൾ ക്ലയൻസിന് ഒരേ സമയം സർവീസ് റിക്വസ്റ്റ് ചെയ്യാനും, അതേപോലെ മൾട്ടിപ്പിൾ ക്ലയൻസിൻ്റെ സർവീസ് ഒരേ സമയം പ്രോസസ്സ് ചെയ്യാനും പറ്റും. ക്ലിയർ?
ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി നമ്മൾ ഫൗണ്ടേഷൻ ഓഫ് കമ്പ്യൂട്ടിങ്ങിൻ്റെ സബ്ജക്റ്റിൽ ഈ മൊഡ്യൂളിൽ തന്നെ ബാക്കി നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെർവേഴ്സ്, ഫയൽ സെർവർ ഉണ്ട്, വെബ് സെർവർ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് സെർവർ ഉണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഒറിജിനൽ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബാക്കി നമ്മൾ പോർഷൻസിൽ പഠിപ്പിക്കും. ഇപ്പം നിങ്ങൾ ഇത്രയും അറിഞ്ഞാൽ മതി. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രശ്നങ്ങൾ പറയാം, ഡിസഡ്വാൻറ്റേജസ് പറയാം. ഓക്കെ, നിങ്ങൾ തന്നെ പറഞ്ഞേ, നമ്മളൊന്ന് ലോജിക്കലി ഒന്ന് ആലോചിക്കുക. നിങ്ങളെ ഈ ഡിസഡ്വാൻറ്റേജ് പഠിപ്പിച്ചില്ല, നിങ്ങൾ എന്തെഴുതും? നിങ്ങൾ തന്നെ ആലോചിക്കുക. ഇപ്പോൾ ഒരു ആലോചിക്കേണ്ട കാര്യം, അതായത് നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ ക്ലയൻസിന് ഒരേ സമയം റിക്വസ്റ്റ് ചെയ്യാൻ. ഇപ്പം ലക്ഷക്കണക്കിന് ക്ലയൻസ് ഒരേ സമയം റിക്വസ്റ്റ് ചെയ്താലോ ഇതിന് മാനേജ് ചെയ്യാൻ പറ്റണമെന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ഏതെങ്കിലും കാരണവശാൽ അതിൻ്റെ ലിമിറ്റിനപ്പുറം ക്ലയൻസ് റിക്വസ്റ്റ് ചെയ്താൽ എന്ത് സംഭവിക്കാം? ഓവറോൾ പെർഫോമൻസ് എന്ത് ചെയ്യാം? കുറയാം. അതാണ് ഡിസഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പം നിങ്ങളത് പോയിൻ്റായിട്ട് എഴുതണം. എന്താണ്? പെർഫോമൻസ് ഡീഗ്രഡേഷൻ വൈൽ റിക്വസ്റ്റിംഗ് എന്താണ്? ലാർജ് നമ്പർ ഓഫ് ക്ലയൻസ്, അല്ലേ? അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണ്ടത് പെർഫോമൻസ് കുറയും. ലോജിക്കലി ചിന്തിച്ചാൽ മതി. ഒരുപാട് ക്ലയൻസ് ഒരേ സമയം റിക്വസ്റ്റ് പ്രോസസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ഓവറോൾ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് എന്ത് ചെയ്യും? കുറയും. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിക്കുക, ഈ സെർവർ ഡൗൺ ആണെന്ന് ആലോചിക്കുക, അല്ലേ? ഈ സെർവർ ഡൗൺ ആയാൽ എന്ത് സംഭവിക്കും? ഈ സെർവറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസുകൾക്കെല്ലാം അതിനെ അഫക്റ്റ് ചെയ്യും, അല്ലേ? അപ്പോൾ സെർവർ ഡൗൺ ആയാലും എന്ത് സംഭവിക്കും? ഓവറോൾ പെർഫോമൻസ് എന്ത് ചെയ്യും? അഫക്റ്റ് ചെയ്യും. ഓക്കെ, സെർവർ ഡൗൺ, അങ്ങനെ നിങ്ങൾ ആലോചിച്ചാൽ മതി. ബാക്കി നിങ്ങൾ എഴുതിയാൽ മതി. സെർവർ ഡൗൺ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഡിക്രീസ് ഓവറോൾ എന്താണ്? പെർഫോമൻസ്. ഓക്കെ, ഓവറോൾ പെർഫോമൻസ് എന്ത് ചെയ്യും? കുറയും. ക്ലിയർ? അപ്പോൾ ഇതാണ് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ. ഓക്കെ, എന്താണ് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്ന് എഴുതുക, ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എഴുതുക, എന്നിട്ട് എന്താണ് ക്ലയൻസ്, എന്താണ് സെർവർ, എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. മൾട്ടിപ്പിൾ ക്ലയൻസിന് ഒരേ സമയം റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും, ഒരേ സമയം പ്രോസസ്സ് ചെയ്ത് ഇത് റിക്വസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എന്താണ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഒരുപാട് ക്ലയൻസ് ആയി കഴിഞ്ഞാൽ പെർഫോമൻസ് ഡീഗ്രേഡ് ചെയ്യും. അതുപോലെ തന്നെ സെർവർ ഡൗൺ ആയാലും ഈ സെർവറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ക്ലയൻസിൻ്റെ കറക്റ്റായിട്ട് റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോഴും പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യും. ക്ലിയർ? പിന്നെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇപ്പം നിങ്ങൾ ആലോചിക്കും, നിങ്ങൾക്ക് എംസിഗ്മയുടെ വെബ്സൈറ്റ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? റിക്വസ്റ്റ് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിക്വസ്റ്റ് ചെയ്യും. നിങ്ങളുടെ ആർക്ക് വേണമെങ്കിൽ അവരെന്ത് ചെയ്യും? റിക്വസ്റ്റ് ചെയ്യും, അല്ലേ? അപ്പോൾ ആരായാലും റിക്വസ്റ്റ് പോകുന്നത് എവിടെയാണ്? സെർവറിലേക്കാണ്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്നവരാണ് സെൻട്രലൈസ്ഡ് അപ്രോച്ച്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആർക്ക് എംസിഗ്മ ഗൂഗിളത്തിൻ്റെ വെബ്സൈറ്റ് സെർച്ച് ചെയ്യണമെങ്കിൽ അവരെന്ത് ചെയ്യണം? റിക്വസ്റ്റ് അയക്കണം. അപ്പോൾ ഒരു സെർവറിൽ നിന്ന് അവരെന്ത് ചെയ്യും? നിങ്ങൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യും, അല്ലേ? സെൻട്രലൈസ്ഡ് അപ്രോച്ചാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്ക് ഈ ഒരു വെബ്സൈറ്റ് റിക്വസ്റ്റ് വരുവാണ്. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു വെബ്സൈറ്റിന് റിക്വസ്റ്റ് വരുവാണ്. അപ്പോൾ എന്ത് ചെയ്യും? കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? സർവീസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊരു സെൻട്രലൈസ്ഡ് അപ്രോച്ചാണ്. ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ ഒരു സെൻട്രലൈസ്ഡ് അപ്രോച്ചാണ്. കാരണം ആർക്ക് റിക്വസ്റ്റ് വേണമെങ്കിൽ അവരെന്താണ്? ഒരാളെയാണ് കോൺടാക്ട് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ സെൻട്രലൈസ്ഡ് അപ്രോച്ച് ആയതുകൊണ്ട് അൺഓതറൈസ്ഡ് ആക്സസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് യൂസസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ പോയിന്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം. ഇറ്റ് യൂസസ് സെൻട്രലൈസ്ഡ് അപ്രോച്ച്. ഓക്കെ, അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? സെൻട്രലൈസ്ഡ് അപ്രോച്ച് സോ ദാറ്റ് അൺഓതറൈസ്ഡ് ആക്സസ് ക്യാൻ ബി പ്രിവെൻറ്റഡ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഇത്, നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, ക്ലിയർ? പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ തന്നെ ആലോചിക്കുക, ഇപ്പം അഞ്ചാൾക്കാർക്ക് വേണമെങ്കിൽ ഒരേ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെ? ഒരു അഞ്ചാൾക്കാർക്ക് വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാം, അങ്ങനെ എല്ലാം. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഭയങ്കര വലിയ നെറ്റ്വർക്സിനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ആർക്കിടെക്ചർ, ക്ലയൻറ്റ് സെർവർ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണം ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്താണ് ക്ലയൻറ്റ്, എന്താണ് സെർവർ, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ, എന്താണ് ഒരുപാട് ആൾക്കാർക്ക് ഒരുമിച്ച് റിക്വസ്റ്റ് സർവീസ് ചെയ്യാം, റിക്വസ്റ്റ് ചോദിക്കാം, അല്ലേ? അതുപോലെ തന്നെ ഒരുമിച്ച് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അല്ലേ? പിന്നെ ഒരു സെൻട്രലൈസ്ഡ് അപ്രോച്ച് ഉപയോഗിക്കുന്ന അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് എല്ലാം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും? ഇങ്ങനെ ചോദിക്കണമെന്നില്ല, ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്താണെന്ന് ചോദിക്കണമെന്നില്ല. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എക്സ്പ്ലെയിൻ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ വിത്ത് റിയൽ ലൈഫ് എക്സാമ്പിൾ. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ട് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്ത് ചെയ്യുക? എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് എക്സാമ്പിൾ പറയാം? നമ്മുടെ ഈ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങളൊരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്നു, അല്ലേ? അപ്പം നിങ്ങളുടെ ലാപ്ടോപ്പിലെ ബ്രൗസർ ഒരു ക്ലയൻ്റ് ആണ്. ആ ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യുന്നു, സെർവർ പ്രോസസ്സ് ചെയ്യുന്നു, തിരിച്ചു കൊടുക്കുന്നു. അതാണ് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ. അപ്പോൾ ആദ്യം എന്താണ് ഈ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്ന് എഴുതിയതിന് ശേഷം ഈ റിയൽ ലൈഫ് എക്സാമ്പിൾ. ഉറപ്പാണ്, ഷുവറായിട്ട് നിങ്ങൾക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ട ഇതാണ് പിയർ ടു പിയർ ആർക്കിടെക്ചർ. ഓക്കെ, പിയർ ടു പിയർ ആർക്കിടെക്ചർ വളരെ സിമ്പിളാണ്. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിയർ ടു പിയർ. ഓക്കെ, അതായത് ഇപ്പം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് ഒരു ബുക്കിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ കോളേജ് ലൈബ്രറിയെ കോൺടാക്ട് ചെയ്യും, അല്ലേ? പക്ഷേ ഇവിടെ കോളേജ് ലൈബ്രറി ഒന്നും ഇല്ല. നിങ്ങളിപ്പോൾ 4 ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, 4 ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചേ,
നിങ്ങൾക്ക് ബുക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ടിനോട് ചോദിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താണ് ശ്രദ്ധിച്ചേ, നിങ്ങളിപ്പോൾ എന്താണ് സെർവറാണ്, സോറി ക്ലയൻ്റ് ആണ് അല്ലേ. കാരണം എന്താണ്, നിങ്ങളൊരു റിക്വസ്റ്റ് ചോദിച്ചു അല്ലേ. അപ്പോൾ നിങ്ങളിപ്പോൾ എന്താണ്, ക്ലയൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, റിക്വസ്റ്റ് ചോദിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിന് ബുക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവൻ ബുക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അല്ലേ. സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാരാണ്, സെർവർ. ഓക്കെ, ഡൗട്ട് ഉണ്ടോ, ഇല്ല. ഇനി അടുത്ത കേസ് നമുക്ക് നോക്കാം. നോക്കി ശ്രദ്ധിച്ചേ, ഇയാൾക്ക് എന്ത് ചെയ്യണം, ടെക്സ്റ്റ് വേണം. ഇയാൾക്ക് ടെക്സ്റ്റ് വേണം, ഇയാൾ എന്ത് ചെയ്യും, ഇയാളെ കോൺടാക്ട് ചെയ്യും അല്ലേ. അപ്പോൾ റിക്വസ്റ്റ് അല്ലേ, ഇപ്പോൾ ഇയാൾ എന്താണ്, ഇയാൾ റിക്വസ്റ്റ് ചോദിക്കുന്നു അല്ലേ, ഒരു ടെക്സ്റ്റ് ചോദിക്കുന്നു. ഇയാളിപ്പോൾ എന്താണ്, ക്ലയൻ്റ് ആണ് അല്ലേ. ഓക്കെ, റിക്വസ്റ്റ് ചോദിച്ചു. ഓക്കെ, റിക്വസ്റ്റ് ചോദിച്ചപ്പോൾ ഇയാളുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ഇയാൾ എന്ത് ചെയ്തു, തിരിച്ചു കൊടുത്തു അല്ലേ. ഓക്കെ, അപ്പോൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാരാണ്, സെർവർ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. എവന് ടെക്സ്റ്റ് ബുക്ക് വേണം. ശ്രദ്ധിച്ചേ, എവന് ടെക്സ്റ്റ് ബുക്ക് വേണം അല്ലേ. അപ്പോൾ എവൻ എന്ത് ചെയ്തു, എവനോട് ചോദിച്ചു അല്ലേ. അപ്പോൾ എവനിപ്പോൾ എന്താണ്, ക്ലയൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അവൻ തിരിച്ച് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തു അല്ലേ. അപ്പോൾ ഇവൻ എന്താണ്, സെർവറാണ്. ഓക്കെ, ഇനി എവന് ടെക്സ്റ്റ് ബുക്ക് വേണം. അപ്പോൾ എവൻ എന്ത് ചെയ്തു, എവനോട് ചോദിച്ചു അല്ലേ. അപ്പോൾ എവനിപ്പോൾ എന്താണ്, ക്ലയൻ്റ് ആണ്. ഓക്കെ, എവൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, എവൻ എന്ത് ചെയ്തു, ടെക്സ്റ്റ് ബുക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ എവനിപ്പോൾ എന്താണ്, സെർവറാണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ. അതുപോലെ എവൻ വേണമെങ്കിൽ എവനോട് ചോദിക്കാം, അല്ലെങ്കിൽ എവൻ വേണമെങ്കിൽ എവനോട് ചോദിക്കാം. അങ്ങനെ ഫുൾ നമ്മൾ ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ ഓരോ ഡിവൈസ്, ഓരോ ആൾക്കാരായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി, ഓരോ ഡിവൈസായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ശ്രദ്ധിച്ചേ, ഈ ഡിവൈസിന് എന്ത് നേച്ചറാണ്, ക്ലയൻ്റായിട്ടും സെർവറായിട്ടും ആക്ട് ചെയ്യും. കണ്ടോ, ഈ ഡിവൈസിന് എന്ത് നേച്ചറാണ്, സെർവറും ക്ലയൻറ്റുമായിട്ട് ആക്ട് ചെയ്യും. ഇതെന്താണ്, ക്ലയൻറ്റും സെർവറായിട്ട് ആക്ട് ചെയ്യും അല്ലേ. ഇതെന്താണ്, ക്ലയൻറ്റും സെർവറായിട്ട് ആക്ട് ചെയ്യും. ഡൗട്ട് ഉണ്ടോ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, പിയർ ടു പിയർ നെറ്റ്വർക്കാണ് അല്ലേ. പിയർ ടു നെറ്റ്വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്കിലെ എല്ലാ ഡിവൈസസും എന്താണ്, സെയിം ആണ് എന്ന് പറഞ്ഞാൽ അവർ ക്ലയൻ്റായിട്ട് ആക്ട് ചെയ്യും, സെർവറായിട്ട് ആക്ട് ചെയ്യും. കണ്ടോ, ക്ലയൻ്റായിട്ട് ആക്ട് ചെയ്യും, സെർവറായിട്ട് ആക്ട് ചെയ്യും, ക്ലയൻ്റായിട്ട് ആക്ട് ചെയ്യും, സെർവറായിട്ട് ആക്ട് ചെയ്യും. ഇത്തരം ആർക്കിടെക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പിയർ ടു പിയർ ആർക്കിടെക്ചർ. ഡൗട്ട് ഉണ്ടോ, ഇല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഇത് നെറ്റ്വർക്കിൻ്റെ കേസിൽ പറയുമ്പോൾ നമുക്ക് 4 ഡിവൈസ് ഉണ്ട്. ഓക്കെ, 4 ഡിവൈസ് ഉണ്ട്. എക്സാമ്പിൾ, ഓക്കെ, ഈ ഓരോ ഡിവൈസിനെയും നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, പിയർ. ഓക്കെ, എന്താ അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ഡിവൈസും, ഓരോ ഡിവൈസിൻ്റെ നെറ്റ്വർക്കും എന്തായിട്ട് ആക്ട് ചെയ്യും, ക്ലയൻ്റായിട്ടും ആക്ട് ചെയ്യും, സെർവറായിട്ടും ആക്ട് ചെയ്യും. ഓക്കെ, ക്ലയൻറ്റും അതുപോലെ തന്നെ സെർവറുമായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ നോക്കിയേ, അതായത് ഇതുമായിട്ട് കണക്ഷൻ ഉണ്ട്, ഇതുമായിട്ട് കണക്ഷൻ ഉണ്ട്, ഇതുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഓക്കെ, അതുപോലെ ഈ ഡിവൈസ് മറ്റുള്ള എല്ലാവരുമായിട്ട് കണക്ഷൻ. ഓക്കെ, ഇതുമായിട്ട് കണക്ഷൻ ഉണ്ട്, ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്യണം, ഇതുമായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, അടുത്ത് ഈ ഡിവൈസ് മറ്റുള്ള ഇവരുമായിട്ട് കണക്ഷൻ വേണം. അപ്പോൾ എങ്ങനെയാണ്, ഇതുമായിട്ട് കണക്ഷൻ ഉണ്ട്, ഇതുമായിട്ട് കണക്ഷൻ ഉണ്ട്, ഇനി ഇവിടെ കണക്ഷൻ വേണം. ഓക്കെ, ഇനി ഈ ഡിവൈസ് മറ്റുള്ളവരുമായിട്ട് കണക്ഷൻ വേണം. ഈ ഡിവൈസ് മറ്റുള്ളവർ കണക്ഷൻ വെച്ചാൽ ഇവിടെ കണക്ഷൻ ഉണ്ട്, ഇതുമായിട്ട് കണക്ഷൻ ഉണ്ട്, ഇതുമായിട്ട് കണക്ഷൻ ഉണ്ട്, ഇതുമായിട്ട് കണക്ഷൻ ഉണ്ട്. കണ്ടോ, അപ്പോൾ ഇതാണ് ഒരു പിയർ ടു പിയർ നെറ്റ്വർക്കിൻ്റെ സിമ്പിൾ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ പിയർ ടു പിയർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യേകത, ഒരാൾ ക്ലയൻറ്റും ഒരാൾ സെർവറുമായിട്ടേ ആക്ട് ചെയ്യുള്ളൂ. ഇയാൾക്കൊരിക്കലും സെർവറായിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല, ഇയാൾക്കൊരിക്കലും ക്ലയൻ്റായിട്ടും ആക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇൻ പിയർ ടു പിയർ ആർക്കിടെക്ചറിൽ ഡിവൈസസ് ഓൾ ആർ സെയിം, ദേ ക്യാൻ ആക്ട് ക്ലയൻറ്റ് ആൻഡ് സെർവർ, ക്ലയൻറ്റും സെർവറുമായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് ആർക്കിടെക്ചർ എന്താണ്, ഈച്ച് ഡിവൈസ് ക്യാൻ ആക്ട് ആസ് എന്താണ്, ക്ലയൻറ്റ് സെർവർ. ഓക്കെ, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ പിയർ ടു പിയർ ആർക്കിടെക്ചറിൻ്റെ പ്രത്യേകത എന്താണ്, എല്ലാ ഡിവൈസും സെയിം ആണ്, എല്ലാവരും ഒരുപോലെയാണ്, അവർക്ക് ക്ലയൻറ്റായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും, സെർവറുമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത്രയേ ഉള്ളൂ പിയർ ടു പിയർ ആർക്കിടെക്ചർ നിങ്ങൾ ഓർത്തിരിക്കേണ്ട. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ക്ലയൻറ്റിന് എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്യും, ഇത് റിക്വസ്റ്റ് ചെയ്യും, എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്ന ഒരാളെടുത്താണ് അല്ലേ, അതായത് സെൻട്രലൈസ്ഡ് അപ്രോച്ചാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിയേ, എവൻ ആവശ്യമുണ്ടെങ്കിൽ ഇയാളെടുത്ത് ചോദിക്കാം, അല്ലേ, അല്ലെങ്കിൽ എവൻ ആവശ്യമുണ്ടെങ്കിൽ ഇയാളെടുത്ത് ചോദിക്കാം അല്ലേ, എവൻ ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്തും ചോദിക്കാം. അപ്പോൾ ഇവിടെ ഒരു സെൻട്രലൈസ്ഡ് അപ്രോച്ച് ഉണ്ടോ, ഇല്ല. സെൻട്രലൈസ്ഡ് അപ്രോച്ച് ഉള്ളതിൻ്റെ ഗുണം എന്താണ്, എല്ലാവരും ചോദിക്കുന്ന ഒരാളടുത്താണെങ്കിൽ മൊത്തത്തിലൊന്ന് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ എവൻ വിചാരിച്ചാൽ ഈ കംപ്ലീറ്റ് പ്രോസസ്സിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ. അതായത് അൺഓതറൈസ്ഡ് ആക്സസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സെൻട്രലൈസ്ഡ് അപ്രോച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ സെൻട്രലൈസ്ഡ് അപ്രോച്ച് ആണോ, അല്ല. ഒരുത്തൻ ആവശ്യമുണ്ടെങ്കിൽ അവനോട് ചോദിക്കാം അല്ലേ, അല്ലെങ്കിൽ എവൻ ആവശ്യമുണ്ടെങ്കിൽ അവനോട് ചോദിക്കാം അല്ലേ. ഇവിടെ ഒരു സെൻട്രലൈസ്ഡ് അപ്രോച്ച് ഇല്ല. അപ്പോൾ സെൻട്രലൈസ്ഡ് അപ്രോച്ച് ഇല്ലാത്തത് കാരണം എന്താണ് അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, അൺഓതറൈസ്ഡ് ആക്സസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എഴുതാം നോട്ട് യൂസിങ് സെൻട്രലൈസ്ഡ് അപ്രോച്ച്. ഓക്കെ, സെൻട്രലൈസ്ഡ് അപ്രോച്ച് ഉപയോഗിക്കുന്നില്ല. ഓക്കെ, സെൻട്രലൈസ്ഡ് അപ്രോച്ച് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, അൺഓതറൈസ്ഡ് ആക്സസ് ഉള്ള ചാൻസ് ഉണ്ട്, ചാൻസ് ഓഫ് അൺഓതറൈസ്ഡ് ആക്സസ്.
ഓക്കെ, അൺഓതറൈസ്ഡ് ആക്സസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത, പ്രശ്നങ്ങൾ എന്താണ്. ഇപ്പോൾ നിങ്ങൾ നോക്കി, ഇതിൽ ഒരു ഡിവൈസും കൂടെ വന്നു അല്ലേ, ഒരു ഡിവൈസും കൂടെ വന്നു കഴിഞ്ഞാൽ ഇതെന്തായി, പിന്നെ നമ്മുടെ ഓവറോൾ സിസ്റ്റം എന്തായി, കോംപ്ലക്സ് ആയി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ, എന്താണ് പിയർ ടു പിയർ ആർക്കിടെക്ചർ. ഈ എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുന്നത് ഒന്നുകിൽ എന്താണ് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ പിയർ ടു പിയർ ആർക്കിടെക്ചർ ചോദിക്കും, വിത്ത് റിയൽ ലൈഫ് എക്സാമ്പിൾ ചോദിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ കമ്പാരിസൺ ചോദിക്കും. ഓക്കെ, അപ്പോൾ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ, ഓക്കെ, ഇവിടെ പിയർ ടു പിയർ ആർക്കിടെക്ചർ. കമ്പാരിസൺ ചോദിച്ചാൽ നിങ്ങൾ എന്തൊക്കെ എഴുതണം, ഒന്ന് എന്താണ് ആർക്കിടെക്ചറിന് പറഞ്ഞത്, ക്ലയൻറ്റ് ഒരു ഡിവൈസ് എന്തായിട്ട്, ഒന്നൊരു ഡിവൈസ് ക്ലയൻറ്റ് ആയിട്ട് ആക്ട് ചെയ്യും, മറ്റത് സെർവറായിട്ട് ആക്ട് ചെയ്യും. എന്താണ് ക്ലയൻറ്റ് എന്ന് ഡിഫൈൻ ചെയ്യുക, എന്താണ് സെർവർ എന്ന് ഡിഫൈൻ ചെയ്യുക. ഇവിടെ എന്താണ് ഒരു ഡിവൈസ്, ഓക്കെ, ഒരു ഡിവൈസ് എന്താ ക്ലയൻറ്റും സെർവറായിട്ടും ആക്ട് ചെയ്യും. ഓക്കെ, പിന്നെ ഇത് വെച്ച് നോക്കുമ്പോൾ എന്താണ് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ ഏത് നെറ്റ്വർക്കിനാണ് യൂസ്ഫുൾ ആകുന്നത്, ലാർജ് നെറ്റ്വർക്കിന്. ഓക്കെ, വലിയ നെറ്റ്വർക്കിനാണ് നമ്മൾ ഈ ആർക്കിടെക്ചർ ചൂസ് ചെയ്യുന്നത്. ചെറിയ കുഞ്ഞു നെറ്റ്വർക്ക് ആണെങ്കിൽ ഏത് ആർക്കിടെക്ചർ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്, പിയർ ടു പിയർ ആർക്കിടെക്ചർ. ഇറ്റ് യൂസ്ഡ് ഫോർ എന്താണ്, യൂസ്ഡ് ഫോർ സ്മോൾ നെറ്റ്വർക്ക്. ഓക്കെ, ഇനി ഇതിൻ്റെ കോസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ലോജിക്കലി ചിന്തിക്കുമ്പോൾ അറിയാം ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിന് കോസ്റ്റ് കൂടുതലായിരിക്കും, ഇതിന് കോസ്റ്റ് കുറവായിരിക്കും. ഓക്കെ, പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഇത് സെൻട്രലൈസ്ഡ് അപ്രോച്ച് ഉപയോഗിക്കുന്നുണ്ട്, ഇത് സെൻട്രലൈസ്ഡ് അപ്രോച്ച് ഉപയോഗിക്കുന്നില്ല. അൺഓതറൈസ്ഡ് ആക്സസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, ഇവിടെ അൺഓതറൈസ്ഡ് ആക്സസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കോംപ്ലക്സ് ആയിട്ട് തോന്നും, വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. നമ്മൾ ഈ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ പഠിക്കേണ്ട രീതിയിൽ ഒന്ന് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, ഇനി നമുക്കിപ്പം നിങ്ങൾ ആലോചിക്കുക, നിങ്ങളിപ്പോൾ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിക്കോട്ടെ, എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. പക്ഷേ അതിനൊരു രീതിയുണ്ട്, ആ പഠിക്കേണ്ട രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം സബ്ജക്ട്സ് സിമ്പിളാണ് അല്ലേ, നിങ്ങളിനി നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ S4 S6 ഒക്കെ എത്തുമ്പോൾ കോർ സബ്ജക്ട്സ് ഉണ്ട്. ആ കോർ സബ്ജക്ട്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പലരും പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് നമുക്ക് പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ വളരെ സിമ്പിളായിട്ട് പഠിക്കാം, എഞ്ചിനീയറിംഗ് ഈസി ആയിട്ട് പഠിക്കാം. പക്ഷേ അതിനൊരു രീതിയുണ്ട്, വെറുതെ കാണാതെ പഠിക്കുന്നതിലോ അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മളൊരു ഒരു ലോജിക്ക് മനസ്സിലാക്കി പഠിക്കണം, എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ആയിക്കോട്ടെ, സിഗ്മയുടെ നിങ്ങളെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും, നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാനും പറ്റും, കുറേ മാർക്കും കിട്ടും. പക്ഷേ അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇന്നത്തെ ഒരു ഇൻഡസ്ട്രി സാഹചര്യം വെച്ചിട്ട് നിങ്ങൾ കുറേ മാർക്ക് വാങ്ങിയിട്ടോ അതിലൊന്നും ഒരു കാര്യമില്ല. കാരണം ഇൻഡസ്ട്രിക്ക് വേണ്ടത് കുറേ സ്കില്ലുള്ള ആൾക്കാരാണ്. ഇപ്പം നിങ്ങൾ ബിടെക് പഠിച്ചതിന് ശേഷം നിങ്ങളിപ്പോൾ ഒരു IT കമ്പനി ജോലിക്ക് പോകുന്നു, അപ്പോൾ അവിടെ നിങ്ങൾക്ക് അതിന് വേണ്ട സ്കില്ല് നിങ്ങൾ പഠിക്കണം. അല്ലെങ്കിൽ നിങ്ങളിപ്പം ബിടെക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് IITയിൽ ഒരു ഹയർ സ്റ്റഡീസിന് പോകണം, അപ്പോൾ നിങ്ങൾക്ക് ഗേറ്റ് എഴുതണം അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മാനേജ്മെൻ്റ് ആണ് ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് കാറ്റ് എഴുതണം അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു AI റിലേറ്റഡ് ജോലിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ കോഴ്സസ് അറ്റൻഡ് ചെയ്യണം അല്ലേ. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ എന്താണ് നടക്കുന്നത് അതറിയാൻ നിങ്ങൾ ഇൻഡസ്ട്രിയൽ വിസിറ്റ് നടത്തണം അല്ലേ. പിന്നെ നമുക്ക് അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ റീസെൻറ്റ് ട്രെൻഡ്സ് അറിയാൻ ഇൻറ്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ നിങ്ങളിപ്പോൾ നോക്കി, നിങ്ങളിപ്പോൾ കുറേ മാർക്ക് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്ന എന്താ ഒരു സന്തോഷം കിട്ടും, എനിക്ക് ഇത്ര CGPA കിട്ടി എന്ന് സന്തോഷം കിട്ടും. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊന്ന് എഞ്ചിനീയർ എന്ന രീതിയിൽ സക്സസ് ആവണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന എല്ലാ സ്കില്ലും നിങ്ങൾ എന്ത് ചെയ്യണം, അച്ചീവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സിഗ്മയുടെ 0 to Infinity എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബിടെക് ക്ലാസ്സസ് മാത്രമല്ല, ഇതിലുള്ള എല്ലാ സ്കില്ലും കൂടെ ചേർത്തിട്ടുള്ള ഒരു 4 ഇയർ കോഴ്സാണ് നമ്മുടെ 0 to Infinity എന്ന് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കരുത് 0 to Infinity എന്ന് പറഞ്ഞാൽ ഇപ്പം സീരീസ് വരുമ്പോൾ നമുക്ക് കുറേ പഠിപ്പിക്കൽ അല്ലേ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാം വരുമ്പോൾ പഠിപ്പിക്കൽ, അല്ലെങ്കിൽ ബിടെക് ക്ലാസ്സസ് ട്യൂഷൻ പഠിപ്പിക്കൽ, അതല്ല 0 to Infinity എന്ന് പറയുന്നത്. 0 to Infinity എന്ന് പറയുന്നത് നിങ്ങളുടെ 4 വർഷത്തേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ AI ട്രെയിനിങ്, അത് നിങ്ങൾക്ക് ഈ കോഴ്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് ട്രെയിനിങ് അല്ലേ, അത് ഇൻക്ലൂഡഡ് ആണ്. ഇങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഒരു ആസ് എ എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും 0 to Infinity ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കോഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. അല്ലാതെ ഇതൊരു വെറും ഒരു ബിടെക് ട്യൂഷനോ അല്ലെങ്കിൽ പരീക്ഷ എടുക്കുമ്പോൾ പഠിപ്പിക്കലോ അത് മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറയാനുള്ളതെന്ന് പറയുന്നത് നമ്മളൊരു സ്കോളർഷിപ്പ് ടെസ്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, അറിഞ്ഞിട്ടില്ലായിരിക്കും. ഓക്കെ, സിഗ്മ 5 കോടിയുടെ ഒരു സ്കോളർഷിപ്പാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതിൽ 2 കോടി എന്ന് പറയുന്നത് നമ്മളൊരു സ്കോളർഷിപ്പ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഓക്കെ, ആ സ്കോളർഷിപ്പ് ടെസ്റ്റ് നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യണം. അതിൽ അറ്റൻഡ് ചെയ്ത് വരുന്ന ആദ്യത്തെ 100 പേർക്ക്, അതായത് ഫസ്റ്റ് പ്രൈസ് ആദ്യത്തെ 100 പേർക്ക് നിങ്ങളുടെ കോളേജ് ഫീസ് സിഗ്മ പേ ചെയ്യും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇപ്പോൾ നമ്മൾ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. നിങ്ങൾ ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ സിഗ്മ നിങ്ങളുടെ എല്ലാ ഹെൽപ്പിനും ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, നിങ്ങൾ സ്കോളർഷിപ്പ് ടെസ്റ്റ് എഴുതുക. സ്കോളർഷിപ്പ് ടെസ്റ്റ് എഴുതി നന്നായിട്ട് പഠിച്ച് സ്കോളർഷിപ്പ് ടെസ്റ്റ് എഴുതുക. അതിൽ വരുന്ന ആദ്യത്തെ 100 പേരുടെ കംപ്ലീറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഫീസ് സിഗ്മ പേ ചെയ്യും. ഓക്കെ, അപ്പോൾ ബാക്കി വരുന്ന 3 കോടി എന്ന് പറയുന്നത് ഈ പറയുന്ന 0 to Infinity എന്ന് പറയുന്ന വലിയ കോഴ്സ് നിങ്ങൾക്ക് ഫീ വെയറോടുകൂടി പഠിക്കാനുള്ളതുണ്ട്. അതെന്ന് വെച്ചാൽ ബാക്കി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 കുട്ടികൾ സ്കോളർഷിപ്പ് ടെസ്റ്റ് എഴുതുന്ന ബാക്കി വരുന്ന 10,000 കുട്ടികൾക്ക് എന്താണ് നമ്മൾ ഫീ വെയറോടുകൂടി ഇത്രയും വലിയൊരു കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് 0 to Infinity ബാച്ചിൽ 8,000 കുട്ടികളാണ് ജോയിൻ ചെയ്തത്. ആ 8,000 കുട്ടികൾക്ക് നമ്മൾ ഫീസ് വളരെ കുറച്ചായിരുന്നു കൊടുത്തിരുന്നത്. സെക്കൻഡ് ഇയർ നമ്മൾ ഫീസ് ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നു.
ഇനി ഈ സ്കോളർഷിപ്പ് ടെസ്റ്റ് എഴുതുന്ന 10,000 കുട്ടികൾക്ക്, ഓക്കെ, 10,000 കുട്ടികൾക്ക് ഫീ വേവറോട് കൂടി നിങ്ങൾക്ക് 0 to Infinity ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ബിടെക് ക്ലാസ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ബിടെക് സബ്ജക്ട്സ് പഠിക്കണം. ഓക്കെ, സ്കില്ല് മാത്രം പോരാ, ബിടെക് സബ്ജക്ട്സും പഠിക്കണം. സോ ബിടെക് സബ്ജക്ട്സിൻ്റെ ഹെൽപ്പും പിന്നെ ഇൻഡസ്ട്രിക്ക് വേണ്ട എല്ലാ ഹെൽപ്സും, നിങ്ങൾക്കൊരു എന്തൊക്കെ സ്കില്ലാണോ നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ടത് അത്ര എല്ലാ ഹെൽപ്സും 0 to Infinity ഉണ്ടാകും. സോ അപ്പോൾ എല്ലാവരും സ്കോളർഷിപ്പിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത ആൾക്കാർ, നിങ്ങൾ അതിനെക്കുറിച്ച് നമ്മുടെ ചാനലിലെല്ലാം അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. സ്കോളർഷിപ്പ് രജിസ്റ്റർ ചെയ്ത് എല്ലാവരും സ്കോളർഷിപ്പ് അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ സ്കോളർഷിപ്പ് അറ്റൻഡ് ചെയ്യുന്നതിന് കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സബ്ജക്ട്സ് നന്നായിട്ട് പഠിക്കുക. എല്ലാ സബ്ജക്റ്റും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ.